അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരാളെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ വിശപ്പ് ആഹാരത്തിന് വേണ്ടിയിട്ടായിരിക്കുമോ സ്നേഹത്തിന് വേണ്ടിയിട്ടായിരിക്കും? അല്ലേ? ചിലപ്പോൾ അദ്ദേഹം ആഹാരം കഴിച്ചില്ല എന്ന് വരും, ദിവസങ്ങളോളം ആഹാരം കഴിച്ചില്ല എന്ന് വരും. അദ്ദേഹത്തിന് അടിസ്ഥാന ആവശ്യമാണ്, വിശക്കുന്നതിന് മുമ്പിൽ ദൈവം തന്നെയാണ് ആഹാരം. പക്ഷെ അദ്ദേഹം ആഹാരം ഉപേക്ഷിക്കും കുറച്ച് ദിവസത്തേക്ക്. എന്തുകൊണ്ടാണത്? അവിടെ സ്നേഹം ദൈവമാണ്. അപ്പോൾ ദൈവത്തിന്റെ രണ്ടാമത്തെ എക്സ്പ്ലനേഷൻ ആണത്. ആദ്യത്തെ എക്സ്പ്ലനേഷൻ അന്നമായിരുന്നു, ആഹാരമായിരുന്നു. രണ്ടാമത്തെ ഒരു ദൈവത്തിന്റെ നിർവചനം, ദൈവം സ്നേഹമാണ്. നമുക്ക് സ്നേഹം വേണം, ആഹാരം മാത്രം പോരാ. മനസ്സ് തകർന്നിരിക്കുന്ന, നമ്മുടെ ഇമോഷണലി നമ്മൾ ഡ്രെയിൻഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ അതിനെ നിറയ്ക്കുന്ന ഒരു സാമീപ്യം, ഒരു സ്നേഹവചസ്സുകൾ, സ്നേഹിക്കുന്ന ഒരാളുടെ അംഗീകാരം, അയാളുടെ ഒരു കടാക്ഷം, അത് നമുക്ക് എന്താ പറയാ, അമൃത് പോലെയാണ്, പ്രാണവായു പോലെയാണ്. അവിടെ അങ്ങനെ ഒരാളോട് നമ്മൾ ആഹാരത്തെ കുറിച്ചാണോ സംസാരിക്കേണ്ടത്? ഒരിക്കലല്ല, സ്നേഹത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ ആ വിഷയത്തെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത്. ഇനിയും അവിടെ കൊണ്ടും തീരുന്നില്ല മനുഷ്യന്റെ ദൈവസങ്കല്പങ്ങൾ. ഇപ്പോൾ വൈജ്ഞാനികമായി ജീവിക്കുന്ന ഒരു വ്യക്തി, ഫോർ എക്സാമ്പിൾ നമ്മുടെ എഡിസനെ എടുക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു എക്സാമ്പിളാണ് എഡിസൺ. എഡിസൺ ബൾബ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് 10,000, അതൊരു എക്സാജറേറ്റഡ് നമ്പർ ആയിരിക്കാം, പക്ഷെ എങ്കിൽ പോലും n നമ്പർ ഓഫ് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ട്. അവസാനമാണ് അദ്ദേഹം അത് കണ്ടെത്തുന്നത്, ബൾബ് കണ്ടെത്തുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ 10,000 തവണ അത് പരാജയപ്പെടുമ്പോഴും അതിന് പിന്നാലെ പോകാൻ എഡിസന് സാധിച്ചു? അത് സാധാരണ ഒരാൾക്ക് കഴിയുന്നതല്ല. ഞാൻ പറയുന്നത്, എഡിസന് നമ്മൾ കുറച്ച് ആഹാരവും അല്ലെങ്കിൽ കുറച്ച് സ്നേഹവും കൊടുത്താൽ അദ്ദേഹം ബൾബ് കണ്ടുപിടിക്കുന്നതിൽ നിന്ന് പിന്മാറുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് പാഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാമെങ്കിൽ, അഭിനിവേശം എന്നുള്ള പദത്തിന്റെ അർത്ഥം അറിയാമെങ്കിൽ, അതല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ, മനുഷ്യന്റെ ഡിറ്റർമിനേഷൻ എന്നുള്ള പദത്തിന്റെ അർത്ഥം അറിയാമെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയില്ല. നമ്മൾ ഒരിക്കലും ആഹാരം കൊണ്ടോ അതല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരാളുടെ സാമീപ്യം കൊണ്ട് മാത്രമോ മനുഷ്യൻ ഫുൾഫിൽഡ് ആവില്ല എന്നുള്ളതിന്റെ എക്സാമ്പിൾ ആണത്. കുറച്ച് ഇങ്ങോട്ട് വരുന്നതോടെ അത് നമ്പർ ചുരുങ്ങി വരുമെന്ന് മാത്രം. ഇപ്പൊ വിശക്കുന്ന ആൾക്കാർ പകുതിയിലേറുന്നുണ്ട്, സ്നേഹം ആഗ്രഹിക്കുന്ന ആൾക്കാർ അതിൽ കുറച്ച് കുറവായിരിക്കും. ഇതുപോലെ ഇന്റലക്ച്വൽ ലെവലിലേക്ക് വരുമ്പോൾ അത് പിന്നെയും കുറയും. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, വിൻസെന്റ് വാൻ ഗോഗിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിൻസെന്റ് വാൻ ഗോഗ് ഇത് ആരാണ്? എനിക്കൊരു ആൻസർ വേണം. ആരെങ്കിലും അത് പറഞ്ഞെങ്കിലേ അത് കണ്ടിന്യൂ ചെയ്യും. വിൻസെന്റ് വാൻ ഗോഗ് ആരാണ്? പെയിന്റർ. ഓക്കെ, നിങ്ങളെല്ലാം എഗ്രി ചെയ്തോ? അതായത് വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ? വിൻസെന്റ് വാൻ ഗോഗ്, അദ്ദേഹത്തിന്റെ ആത്മകഥ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ലസ്റ്റ് ഫോർ ലൈഫ് വായിച്ചിട്ടില്ല, വായിക്കണം. വിൻസെന്റ് വാൻ ഗോഗ് ചിത്രകാരനാണ്. ദൈവമേ, ഇത് കേട്ടിട്ടില്ല. ഏറ്റവും പാഷനേറ്റ് ആയിട്ട് ജീവിതത്തെ സമീപിച്ച ഒരു മനുഷ്യനാണ്. നമ്മൾ ഇത്തരം മനുഷ്യരെ വായിക്കണം, അവര് എങ്ങനെയാണ് ജീവിച്ചതെന്ന് അറിയണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ സൃഷ്ടിച്ചു. വിൻസെന്റ് വാൻ ഗോഗിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ബൈ പ്രൊഫഷൻ ഒരു പ്രീസ്റ്റ് ആയിരുന്നു, ഒരു പള്ളിയിലെ പ്രീസ്റ്റ് ആയിരുന്നു. പിന്നീട് അദ്ദേഹം ഈ ഖനിത്തൊഴിലാളികളുടെ അടുത്ത് പ്രീസ്റ്റ് ഹുഡുമായിട്ട് ചെല്ലുമ്പോൾ അവരുടെ ദുഃഖങ്ങൾ കണ്ടിട്ട് അവരുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നു. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് വിൻസെന്റ് വാൻ ഗോഗിനെ ഒരു ചിത്രകാരനായിട്ടാണ്. വിൻസെന്റ് വാൻ ഗോഗ് അറിയപ്പെടുന്നത് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ വലിയ ദാരിദ്ര്യത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരിക്കലും വിൻസെന്റ് വാൻ ഗോഗ് ഒരു ചിത്രകാരനാണെന്ന് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഫ്ലവർ ചെയ്യാൻ താമസിച്ചത്. അദ്ദേഹം വീട്ടിലിരുന്ന് ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ അച്ഛൻ ചോദിക്കും, ഇതുകൊണ്ട് നിനക്ക് എന്താണ് പ്രയോജനം എന്ന് ചോദിക്കും. ലോകത്തിലെ ഏറ്റവും ക്രൂരമായ ഒരു ചോദ്യമാണ്. ഒരാളെ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും ക്രൂരമായ ഒരു ചോദ്യം. യൂട്ടിലിറ്റേറിയൻ. അപ്പോൾ വാൻ ഗോഗ് അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നാണ് ഈ ചോദ്യം സഹിക്കാൻ വയ്യാതെ, അല്ലെങ്കിൽ ചിത്രം വരച്ചാൽ അതുകൊണ്ട് ജീവിക്കാൻ സാധിക്കുമോ എന്ന് അച്ഛൻ ചോദിക്കും. കാര്യം അത് ദാരിദ്ര്യം കൊണ്ടാണ്, സർവൈവലിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ വേറൊരു വർഷനാണ്. ചിത്രം വരച്ചാൽ വിശപ്പ് മാറുമോ, വേദാന്തം പറഞ്ഞാൽ വിശപ്പ് മാറുമോ, ഫിലോസഫി പറഞ്ഞാൽ വിശപ്പ് മാറുമോ എന്നാണ് എളുപ്പത്തിൽ ചോദിക്കുന്ന ഒരു കേവല യുക്തിയിൽ നിന്നാണ് ചോദ്യം വരുന്നത്. ചിത്രം വരച്ചാൽ വിശപ്പ് മാറുമോ? വിൻസെന്റ് വാൻ ഗോഗ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹം വാടകയ്ക്കാണ് ജീവിത അവസാനം വരെ കഴിഞ്ഞത്.
അദ്ദേഹത്തിന്റെ അനിയൻ അയച്ചു കൊടുക്കുന്ന, തിയോ വാൻ ഗോഗ് അയച്ചു കൊടുക്കുന്ന ഏതാനും നാണയത്തുട്ടുകൾ കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അതിൽ ഏറ്റവും ബേസിക് നീഡ് മാത്രം, ആഹാരം, വസ്ത്രമൊന്നുമില്ല, ആ വസ്ത്രങ്ങളൊക്കെ കീറിയതാണ്, ആഹാരം മാത്രം. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചില പെയിന്റിങ്ങുകളുണ്ട്. പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന് പറയുന്ന പെയിന്റിംഗ് ഉണ്ട്. നിങ്ങൾ കണ്ട് അല്ലെങ്കിൽ കാണണം. എന്തോ പഠിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, വെരി ഗുഡ്. പൊട്ടറ്റോ ഈറ്റേഴ്സ്, അതിന്റെ ലൈറ്റിംഗ് ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ദാരിദ്ര്യവും അവരുടെ ആ വിശപ്പും അവരുടെ ആകാംക്ഷയും ജീവിതത്തെ കുറിച്ചുള്ള അനിശ്ചിതത്വവും ഒക്കെ നിഴലിച്ച് നിൽക്കുന്ന ഒരു ചിത്രമാണ് പൊട്ടറ്റോ ഈറ്റേഴ്സ്. പിന്നെ ബീച്ച് ഫീൽഡ് വിത്ത് പ്രോ. അപ്പോൾ ഈ വാൻ ഗോഗ് അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ പോയിട്ട് ഭക്ഷണമോ സ്നേഹമോ അല്ലെങ്കിൽ ഒരു ശൈക്ഷണികമായിട്ടുള്ള അംഗീകാരമോ കൊടുത്താൽ അദ്ദേഹം ചിത്രം രചിക്കുന്നതിൽ നിന്നും പിന്മാറുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വിചാരിക്കരുത്. മനുഷ്യന്റെ അനന്തമായ സാധ്യതയാണത്. അദ്ദേഹം ഇതൊന്നും കൊണ്ട് പിന്മാറിയിട്ടില്ല. അത് പ്രതിഭയുടെ വിലാസമാണ്, ജീനിയസിന്റെ വിലാസമാണ്. ആ ജീനിയസ് വറ്റി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം സ്വന്തം തലയിലേക്ക് നിറയൊഴിക്കുകയാണ് ചെയ്തത്. അതത്ര ആഘോഷിക്കപ്പെടേണ്ട ഒരു കാര്യമല്ലെങ്കിൽ കൂടി തന്റെ പ്രതിഭ, തന്റെ ജീനിയസ് വറ്റി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിൻവാങ്ങി. ജീവിതത്തിൽ നിന്ന് തന്നെ അദ്ദേഹം പിൻവാങ്ങി. മറ്റൊന്നും അദ്ദേഹത്തെ ആകർഷിച്ചില്ല എന്നുള്ളതാണ് ജീവിതം. അപ്പൊ ഇത്തരം എക്സാമ്പിളുകളൊക്കെ നമ്മുടെ അടുത്ത് വെക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് ആഹാരമാണ്. വിശക്കുന്നവൻ ആഹാരമാണ്. സ്നേഹം ലഭിക്കാത്തവന്, ഹൃദയം തകർന്നവന് അത് സ്നേഹമാണ്. അല്ലാതെ ഒരാൾക്ക് അത് വൈജ്ഞാനികത, ശൈക്ഷണികതയാണ്, ഇന്റലക്ച്വൽ ആണ്. അതുമല്ലാത്ത ഒരാൾക്ക് ബ്ലിസ് ആണ്, ആനന്ദമാണ്. വാൻ ഗോഗിനെ പോലെ ഒരാൾക്ക് ആനന്ദമാണ് ദൈവം എന്ന് പറയുന്നത്. ചിത്രം വരയ്ക്കുമ്പോൾ കിട്ടുന്ന എക്സ്റ്റസി, ട്രാൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇത്രയും ഞാൻ പറഞ്ഞത് നമ്മൾ ഇനി പറയാൻ പോകുന്ന ഒരു വിഷയത്തിന് ഒരു ആമുഖം എന്നുള്ള നിലയിലാണ്. നിങ്ങൾ ജീവിതത്തെയും അതിജീവനത്തെയും നമ്മൾ തിരിച്ചറിയണം. അതിജീവനത്തിന് ഈ പറയുന്ന വാൻ ഗോഗിനോ അതും അല്ലെങ്കിൽ പിന്നെ എഡിസണോ ഒരു ബുദ്ധിമുട്ടുമില്ല. അവർക്ക് അതിജീവനം വളരെ എളുപ്പത്തിൽ കണ്ടെത്താം. പക്ഷെ അവർ അതിജീവനത്തെ മാറ്റി വെച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഡെപ്ത് അന്വേഷിച്ചു പോവുകയാണ് ചെയ്തത്. ഈ ജീവിതം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ജീവിതത്തിന് രണ്ട് പ്ലെയിൻ ഉണ്ട്. ഒന്ന് ഒരു ക്രോസ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കാം. ക്രോസ്, കുരിശ്. അതിന് രണ്ട് ഭാഗമുണ്ടല്ലോ. ഒന്ന് ഹൊറിസോണ്ടൽ, പിന്നെ ഒന്ന് വെർട്ടിക്കൽ. ഇതാണ് ശരിക്കും പറഞ്ഞ ലൈഫ്. ഹൊറിസോണ്ടൽ ആയിട്ടൊരു പ്ലെയിൻ ഉണ്ട്, അത് രേഖീയമാണ്. നമ്മൾ ജനിക്കുന്നു, കുറെ കഴിയുമ്പോൾ നമ്മൾ മരിക്കുന്നു. അത് ഹൊറിസോണ്ടലാണ്, എല്ലാവർക്കും കോമൺ ആണ്. എല്ലാവർക്കും കോമൺ ആണ്. അത് ടൈം എന്ന് പറയുന്നത് എല്ലാവർക്കും കോമൺ ആണ്. കോമൺ അല്ലാത്തൊരു സംഗതി എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ലൈഫാണ്. ആഴത്തിൽ ജീവിക്കണം അതോ വെറുതെ ഒഴുക്കത്തെ കഴുകോല് പോലെ ജീവിക്കണോ എന്നൊരു ചോദ്യം മാത്രമാണ് അവിടെ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ രേഖീയമായ ജീവിതം അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ടുള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ജീവിതം, വെർട്ടിക്കലായിട്ടുള്ള ജീവിതത്തിൽ ഇത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ നടന്നിട്ടുള്ള ഒരു വിഷയമാണ്. ലോകത്തെ ഏറ്റവും അധികം ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ജീവിതം എന്ന് പറഞ്ഞാൽ, പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് കാലം ജീവിച്ചിരിക്കലാണോ, ഒരുപാട് ആഴത്തിൽ ജീവിച്ചിരിക്കലാണോ? ഇക്കിഗൈ എന്ന് പറയുന്ന പുസ്തകം ഉണ്ടായത് തന്നെ ആ ചോദ്യത്തിൽ നിന്നാണ്. അപ്പോൾ നമ്മളുടെ ഈ ലോക്ക്ഡൌൺ പീരീഡ് ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട പുസ്തകമാണ് ഇക്കിഗൈ. ആ പുസ്തകം രചിച്ചത് രണ്ടുപേര് ചേർന്നിട്ടാണ്. രണ്ട് സ്പാനിഷ് റൈറ്റേഴ്സ് ചേർന്നിട്ടാണ് അത് രചിച്ചത്, ആദ്യം ജപ്പാനിൽ പോയിട്ട്. അപ്പൊ ഇവർ തമ്മിലുള്ള ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ, ഇവര് ടോക്കിയോയിലെ ഒരു റെസ്റ്റോറന്റിൽ ഇരുന്നാണ് ഈ ഡിസ്കഷൻ ആരംഭിക്കുന്നത്. രണ്ടുപേരും രണ്ട് വാദങ്ങളാണ്. ഒന്ന്, ജീവിതം എന്ന് പറഞ്ഞാൽ ദീർഘനാൾ ജീവിച്ചിരിക്കുക, ദീർഘായുസോടുകൂടി ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരിക്കുക. മറ്റേ ആള് പറഞ്ഞു ജീവിതം അല്പം നീളം വന്നാലും കുഴപ്പമില്ല, അതിനൊരു ഡെപ്ത് ഉണ്ടായിരിക്കണം, പർപ്പസ് കണ്ടെത്തിയ ജീവിതമായിരിക്കണം. അവസാനം ഈ രണ്ട് കൺസെപ്റ്റുകളും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് അവര് ഇക്കിഗൈ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വരുന്നത്. ഇക്കിഗൈ എന്ന് പറഞ്ഞാൽ അതൊരു നീണ്ട ജീവിതമാണ്, ദീർഘായുസുള്ള ജീവിതമാണ്, അതേസമയം ലൈഫ് വിത്ത് എ പർപ്പസ്. അതെങ്ങനെ കണ്ടെത്താമെന്നുള്ളതിന്റെ ഒരു ചെറിയ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഈ പോസിറ്റീവ് സൈക്കോളജിയെ കുറിച്ച്, ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയെ കുറിച്ച് നമ്മുടെ ആമുഖത്തിൽ അല്ലെങ്കിൽ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പോസിറ്റീവ് സൈക്കോളജി അല്ലെങ്കിൽ അതല്ലാത്ത സൈക്കോളജി, നെഗറ്റീവ് സൈക്കോളജി സൈക്കോളജി ഇല്ല.
പോസിറ്റീവ് അല്ലാത്ത സൈക്കോളജി, ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി, നോൺ ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി ഇല്ല. പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് സൈക്കോളജിയുടെ ഇത്തരത്തിലുള്ള ആശയങ്ങൾ എങ്ങനെ വരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും പറയാമോ? സാധാരണ സൈക്കോളജിയും ഹ്യൂമനിസ്റ്റിക് ഇതിനൊക്കെ വളരെ ലളിതമായ ഉത്തരങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. നിങ്ങൾ വിചാരിക്കരുത് നമ്മൾ ഇതിനകത്ത് PhD എടുത്താലേ സംസാരിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കരുത്. വളരെ ലളിതമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ഉണ്ട്. സാധാരണ സൈക്കോളജിയും ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്? നിങ്ങളുടെ ലോജിക്കില്, നിങ്ങളുടെ ഇന്റലിജൻസിൽ, അല്ലെങ്കിൽ പോസിറ്റീവ് സൈക്കോളജി, ഗുണാത്മകമായിട്ടുള്ള മനഃശാസ്ത്രം, അങ്ങനെ അല്ലാത്ത മനഃശാസ്ത്രവും തമ്മിൽ എന്തായിരിക്കും വ്യത്യാസം? നമ്മുടെ ശരീരശാസ്ത്രത്തിലേക്ക് വരാം. നമ്മൾ ഈ ശരീരം ഉണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് സാധാരണ എപ്പോഴാണ്? എന്തെങ്കിലും അസുഖം വരുമ്പോഴാണ് സാധാരണ നമ്മൾ ഓർക്കുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന ഡോക്ടറെ കാണുന്നത് ഇതിന് അസുഖമുള്ളപ്പോഴാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഓർക്കാറേ ഇല്ല. പക്ഷെ അത് എല്ലാവരെയും സംബന്ധിച്ച് ശരിയല്ല. കുറച്ചു പേരെന്ത് ചെയ്യും? രോഗം വന്നിട്ട് ചികിത്സിക്കുന്ന ഒരുപാട് പേരുണ്ട്. രോഗം വരുന്നതിന് മുമ്പേ ചികിത്സ ആരംഭിക്കുന്ന കുറച്ചു പേരുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു കാര്യവും 100% ഉറപ്പാണെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ രോഗം എന്നുള്ള അവസ്ഥയിലൂടെ കടന്നു പോകാത്ത ആരുമില്ല. നമ്മളൊരു 70, 80, 90 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് എന്ത് വരും? രോഗം വരും. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. രോഗവും ഡെത്തും 100% ഉറപ്പുള്ള കാര്യം. അപ്പൊ ഒരു കാര്യം 100% ഉറപ്പാണെങ്കിൽ അത് ഓൾറെഡി വന്നു എന്ന് തന്നെ നമ്മൾ വിചാരിക്കാം. അത് അതിന്റെ സീഡായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് തന്നെ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചികിത്സ തുടങ്ങേണ്ടത് രോഗം വന്നതിന് ശേഷമാണോ? രോഗത്തിന് മുമ്പുള്ള ചികിത്സയ്ക്ക് എന്തെങ്കിലും ലോജിക്കുണ്ടോ? തീർച്ചയായിട്ടും. നമ്മുടെ കോവിഡിനെയൊക്കെ ഏറ്റവും കൂടുതൽ പ്രതിരോധിച്ച് നിർത്തിയത് നമ്മുടെ സ്വാഭാവിക പ്രതിരോധ ശേഷിയെ നമ്മൾ തന്നെ ബൂസ്റ്റ് ചെയ്യുമ്പോഴാണ്. പ്ലസ് നമ്മുടെ വാക്സിൻ ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ സ്വാഭാവിക പ്രതിരോധ ശേഷിയുള്ള ഒരാൾക്ക് കോവിഡിനെ കൂടുതൽ ഫലപ്രദമായി ചേർത്ത് നിൽക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത്, ഈ രോഗം വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, അല്ലെങ്കിൽ ഡോക്ടറെ കാണുന്നു, ശരീരത്തെ കുറിച്ച് കോൺഷ്യസ് ആകുന്നു എന്നുള്ളതിനേക്കാൾ രോഗം വരുന്നതിന് മുമ്പ് വരെ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ജീവിത ശൈലി, പലപ്പോഴും ജീവിതശൈലി രോഗങ്ങൾ ഡോക്ടർമാർക്ക് വരെ വരുന്നു. ഇപ്പം പിന്നെ കാർഡിയോ വാസ്കുലർ അസുഖങ്ങൾ ഒരുപാട് ഡോക്ടർമാർക്ക് വരുന്നു. കാര്യം അവര് ബാക്കിയുള്ളവർക്ക് ചികിത്സിക്കും, പക്ഷെ അവർക്ക് അറിയില്ല ഇത് എങ്ങനെയാണ് ഇതിനെ ഡിഫെൻഡ് ചെയ്ത് നിർത്തേണ്ടതെന്ന് അറിയില്ല. ജീവിതശൈലിയിൽ ശ്രദ്ധിച്ചുകൊണ്ടാണ് അവർ സ്വാഭാവികമായ പ്രതിരോധ ശേഷിയും ആരോഗ്യത്തെ അവർ മൾട്ടിപ്ലൈ ചെയ്യും, അവരെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിനെ പോസിറ്റീവ് ഫിസിയോളജി എന്ന് വിളിക്കാം. പോസിറ്റീവ് ഫിസിയോളജി. മറ്റേത് സാധാരണ ഫിസിയോളജി. നമ്മളൊരു ഫിസിഷ്യനെ പോയി കാണുന്നു, അദ്ദേഹം നമ്മുടെ രോഗത്തിന് മരുന്ന് നൽകുന്നു, അല്ലേ? ഓക്കെ, ഞാൻ അതിലേക്കൂടെ ക്ലൂ ഇട്ട് തന്നു കഴിഞ്ഞു. ഇത് നിങ്ങൾ പറയും പോസിറ്റീവ് സൈക്കോളജി എന്താണ്, അല്ലാത്ത സൈക്കോളജി എന്താണ്? അതിനുള്ള ക്ലൂ ഞാൻ ഫിസിയോളജി വഴി ഇട്ടത്. ഇതിനെനിക്കൊരു ആൻസർ വേണം. എന്താണ് പോസിറ്റീവ് ഫിസിയോളജി എന്ന് ഞാൻ പറഞ്ഞ എന്താണ്? നമുക്ക് നമ്മുടെ അസുഖങ്ങളല്ല, അല്ലേ? ഇപ്പൊ രാവിലെ ഒരാൾ ഓടാൻ പോകുന്നു, അല്ലെങ്കിൽ അയാൾ യോഗ ചെയ്യുന്നു, അതും അല്ലെങ്കിൽ അയാൾ മാർഷ്യൽ ആർട്സ് എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നു. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ശരീരത്തിന്റെ ബോഡി, നമ്മുടെ മസിൽ മാസ്, അതുപോലെ അതിന്റെ ബോൺ സ്ട്രെങ്ത്, അതുപോലെ സ്റ്റാമിന, ഇതെല്ലാം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി എല്ലാവർക്കും ഉണ്ട്, ഇത് ഓൾറെഡി ഉണ്ട് എല്ലാവർക്കും. പക്ഷെ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനൊരു ഇലാസ്റ്റിസിറ്റി ഉണ്ട്, അതിന് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ലെങ്സ് വേണമെങ്കിൽ വലുതാക്കാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കാം. ഇതാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തിൽ 3 സംഗതികളുണ്ട്. ചുരുക്കാനും നമുക്ക് അതുപോലെ സങ്കോചിപ്പിക്കാനും സാധിക്കുന്ന 3 ഇന്നർ ഓർഗൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് പറയാമോ? 3 ഇന്നർ ഓർഗൻസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് 2 എന്തായിരുന്നു? എന്തോ ലങ്സ് ശരിയായ ആൻസർ ആണ്. പിന്നെ സ്റ്റൊമക്ക് ശരിയായ ആൻസർ ആണ്. ഈ ഒരെണ്ണം കൂടെ ഉണ്ട്, ലിവർ അല്ല. അത് ചിലപ്പോൾ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. തലച്ചോറ്. നമ്മുടെ ശരീരത്തിൽ 3 സംഗതികളുണ്ട്. ആമാശയം നമുക്ക് വേണമെങ്കിൽ വലുതാക്കാം, അതല്ലെങ്കിൽ അതിനെ ആവശ്യമുള്ള അത്രയും വലുപ്പത്തിൽ സൂക്ഷിക്കാം. പിന്നെ ഒന്ന് ലങ്സ് ആണ്. ലങ്സ് വേണമെങ്കിൽ നമുക്ക് വലുതാക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിനെ ആവശ്യമുള്ള വലുപ്പത്തിൽ വെച്ചുകൊണ്ടിരിക്കാം, അതല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാം.
ഇനി ഒന്നുള്ളത് തലച്ചോറാണ്. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. തലച്ചോറിനെ നമുക്ക് അത് ഒരു പക്ഷേ വിസിബിൾ ആയിരിക്കില്ല, പക്ഷെ തലച്ചോറിൽ നമുക്ക് എക്സ്പാൻഷൻ വരുത്താൻ പറ്റും. നമ്മുടെ ഹാബിറ്റ്സിലൂടെ, നമ്മുടെ വിൽ പവറിലൂടെ നമുക്ക് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. ഇപ്പൊ ലണ്ടനിലൊക്കെ അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ലണ്ടനിൽ കാർ ഓടിക്കുന്നത്. ലണ്ടനിലെ ക്യാബ് ഡ്രൈവേഴ്സിന്റെ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ഏരിയ വലുതായി. ഹിപ്പോ ക്യാമ്പസ് എന്നുള്ള ഏരിയ വലുതാകുന്നതിന്റെ കാരണം അത് ഈ സ്പേഷ്യൽ റെക്കഗ്നിഷൻ, അതായത് ഇപ്പൊ ഒരു പുലിയെ നമ്മളൊരു സ്ഥലത്ത് കൊണ്ടിട്ട് പെട്ടെന്ന് ആ സ്ഥലമൊക്കെ പഠിച്ചെടുക്കും. ഒരു പൂച്ചയെ നമ്മളൊരു പുതിയ സ്ഥലത്ത് കൊണ്ടിട്ട് പെട്ടെന്ന് സ്ഥലം പഠിച്ചെടുക്കും. കാര്യം അതിന് സർവൈവ് ചെയ്യണം. അതുപോലെ മനുഷ്യന് ഈ പ്രശ്നമുണ്ട്. ഏതെങ്കിലും ഒരു ഏരിയയെ കൊണ്ടിട്ട് പെട്ടെന്ന് ആ സ്ഥലത്തിന്റെ ഭൂമിശാസ്ത്രം പഠിച്ചെടുക്കണം. അത് നമ്മളെക്കാളും ഏറ്റവും കൂടുതൽ ആവശ്യം ആർക്കാണ്? ഡ്രൈവേഴ്സിനാണ്, ക്യാബ് ഡ്രൈവേഴ്സിനാണ്. ഇപ്പൊ ലണ്ടനിലെ ക്യാബ് ഡ്രൈവേഴ്സിന് ഹിപ്പോ ക്യാമ്പസ് വലുതായതിന് അത്ഭുതമൊന്നുമില്ല. ഹിപ്പോ ക്യാമ്പസ് ആണ് സ്പേഷ്യൽ റെക്കഗ്നിഷൻ അല്ലെങ്കിൽ ഈ ഭൂമിശാസ്ത്രം പഠിച്ചെടുക്കുന്നത്. അപ്പൊ അവരുടെ അത് ലോകത്തിലെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള റോഡ് സിസ്റ്റമാണ് അല്ലെങ്കിൽ പിന്നെ സ്ട്രീറ്റ് സിസ്റ്റമാണ് ലണ്ടനിലുള്ളത്. അതുകൊണ്ട് അവരുടെ ഹിപ്പോ ക്യാമ്പസ് വലുതായി. ഇങ്ങനെ ഒരു സ്റ്റഡി ഉണ്ട്. ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയുടെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിട്ട് കാണിക്കുന്ന സ്റ്റഡിയാണ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ശരീരത്തിൽ 3 ഓർഗൻസ് ഉണ്ട്. നമുക്ക് തലച്ചോറ് തൽക്കാലം മാറ്റിയിരിക്കാം. നമുക്ക് ലങ്സ് സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത്? ആരോഗ്യത്തിന്റെ ലക്ഷണം വലിയ ലങ്സും ചെറിയ ആമാശയമാണ്. പക്ഷെ സാധാരണ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ആമാശയം വലുതാകും. അത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വലുതാകുന്നുണ്ട്. വളരെ ഈസിയാണ്. ലങ്സ് ചെറുതാവുകയും ചെയ്യും. ഒരാൾ കോൺഷ്യസ് അല്ലെങ്കിൽ, ഒരാൾ അലർട്ട് അല്ലെങ്കിൽ, ഒരാൾ ജീവിതത്തിലേക്ക് ഫോക്കസ്ഡ് അല്ലെങ്കിൽ, ഒരാൾ ഇനേർഷ്യൽ ആണെങ്കിൽ, ഒരാൾ ഫുള്ളി അവേക്കൻഡ് അല്ലെങ്കിൽ സംഭവിക്കുന്നത് അദ്ദേഹത്തിന്റെ ആമാശയം വലുതാകും. ഡെഫിനറ്റ്ലി വലുതാകും. കാര്യം ഈ അവേക്കൻഡ് അല്ലാത്ത അല്ലെങ്കിൽ പൂർണ്ണമായും അവേക്കൻഡ് അല്ലാത്ത ഒരാളുടെ പ്രഷർ വരുന്നത് ഫുഡിൽ നിന്നേ. പ്രത്യേകിച്ച് നമ്മൾ ഡിപ്രസ്ഡ് ആവുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വിരസത അനുഭവപ്പെടുമ്പോൾ ഒക്കെ നമ്മൾ അതിനെ മീറ്റ് ചെയ്യുന്നത് ആഹാരം കഴിച്ചുകൊണ്ട്. നമ്മുടെ ആവശ്യമായതുകൊണ്ടല്ല, പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന നമുക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്, അടുത്ത് എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. അപ്പം നമ്മുടെ ആമാശയം വലുതാവും, ലങ്സ് ചെറുതാവും. ലങ്സ് എങ്ങനെ ചെറുതാകുന്നത്? അതിനെ ഏറ്റവും കുറച്ച് യൂസ് ചെയ്യുമ്പോൾ ലങ്സ് ചെറുതായി പോകും. നമ്മൾ ഈ വി ഷേപ്പ് ആരോഗ്യത്തിന്റെ ലക്ഷണമായിട്ട് പറയില്ലേ? വി ഷേപ്പ്, വലിയ നെഞ്ചും ചെറിയ ഉദരവും, അതാണ് ആരോഗ്യത്തിന്റെ ലക്ഷണം. പക്ഷെ ഒരു ശരാശരി മനുഷ്യന്റെ ഷേപ്പ് വി തന്നെ, പക്ഷെ തിരിച്ചാണ്. കാര്യം അവര് ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ആമാശയം വലുതാവുകയും ലങ്സ് ചെറുതാവുകയും. ഇനിവേ, അപ്പോ നമ്മുടെ ഈ ശരീരത്തിന്റെ ആരോഗ്യം എന്ന് പറയുന്നത്, പോസിറ്റീവ് ഫിസിയോളജി എന്ന് പറയുന്നത് ശരീരത്തിന് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുന്നു. അതിന്റെ ഇപ്പോ നമ്മുടെ ഉള്ളിൽ വികസിപ്പിക്കാവുന്ന ലങ്സിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. അത് ശരിക്കും പോസിറ്റീവ് ഫിസിയോളജിയാണ്. നമുക്ക് വേണമെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യാം. രാവിലെ നടക്കാൻ പോകുന്നത്, ഓടാൻ പോകുന്നത്, എക്സർസൈസ് ചെയ്യുന്നത്, സിസ്റ്റമാറ്റിക് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളത് ചെയ്യുന്നത് പോസിറ്റീവ് ഫിസിയോളജി നമുക്ക് വേണമെങ്കിൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് സൈക്കോളജി ഉണ്ട്. പോസിറ്റീവ് സൈക്കോളജി എന്തായിരിക്കും പറയും? അതിന്റെ എല്ലാ ക്ലൂ കിട്ടും. സാധാരണ സൈക്കോളജി എന്ന് പറയുന്നത് സൈക്കോപാത്തോളജിയാണ്. ഫ്രോയിഡിന്റെ കാലത്തുള്ള ക്ലാസിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത് സൈക്കോപാത്തോളജിയാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യുന്ന സൈക്കോളജിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്സസീവ് കമ്പൽസീവ് ഒബ്സഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതുപോലെ ഡിസോർഡർ ഉണ്ട്, ബൈപോളർ ഡിസോർഡർ ഉണ്ട്, അങ്ങനെ ഇതിൽ ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ അളവിൽ നമ്മൾ എല്ലാവരും ഉണ്ടാവും. അപ്പൊ അതിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു സൈക്കോളജി ഉണ്ട്. അതാണ് സാധാരണ സൈക്കോളജി. അതിനെ ഇന്ന് നമ്മൾ വിളിക്കുന്നത് സൈക്കോപാത്തോളജി എന്നാണ്. അപ്പൊ പോസിറ്റീവ് സൈക്കോളജി എന്താണ്? അതും അല്ലെങ്കിൽ ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി എന്താണ്? പറയൂ. സിമ്പിൾ. നമ്മുടെ അസുഖത്തെ എന്തായാലും ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി അഡ്രസ് ചെയ്യില്ലെന്ന് ഉറപ്പല്ലേ? പിന്നെ എവിടെയായിരിക്കും അത് അഡ്രസ് ചെയ്യുന്നത്? അത് എവിടെയായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്? ഇമോഷൻ അതിന്റെ ഒരു പാർട്ട്. യെസ്, അത് ശരിയായ ആൻസറാണ്. നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെതിരെ, അതായത് നമ്മൾ അതിന്റെ ഒരു സൈക്കോളജിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തതാണ്. ഇത് തന്നെയാണ് ആൻസർ. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും, ഡെഫിനറ്റ് ആയിട്ട് പ്രശ്നം വരും. ശരീരത്തിന് രോഗങ്ങൾ വരുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിന് ഡിപ്രഷൻ വരും. ഒരു സംശയം വേണ്ട.
നമ്മൾ ഡിപ്രഷൻ വരാൻ നമ്മൾ ചുമ്മാ ഇരുന്ന് കൊടുത്താൽ മതി. ഡിപ്രഷൻ വരാൻ ചുമ്മാ ഇരുന്ന് കൊടുത്താൽ മതി, അത് ഇങ്ങോട്ട് വന്ന് കയറിക്കൊള്ളും. അതൊരു അൺഇൻവൈറ്റഡ് ഗസ്റ്റ് ആണ്, അത് നമ്മുടെ ബാധ്യതയാണ്. നേരെ മറിച്ച് മെന്റൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്, അതുമല്ലെങ്കിൽ അതിന്റെ ഒരു ഏറ്റവും നല്ല അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഏൺ ചെയ്യേണ്ടി വരും, നമ്മൾ ആർജിച്ചെടുക്കേണ്ടി വരും. അതിനുവേണ്ടി നമ്മൾ കുറച്ച് എഫർട്ട് ഇടേണ്ടി വരും. ലങ്സ് വലുതാണെങ്കിൽ കുറച്ച് എഫർട്ട് ഇടണം. ആമാശയം വലുതാണെങ്കിൽ സാധാരണ ചുമ്മാ ജീവിച്ചാണ്. നമ്മൾ ഓരോ ദിവസവും അറിയാതെ നമ്മൾ ഇൻടേക്ക് കൂടിക്കൊണ്ടിരിക്കും. ഇതുപോലെ തന്നെയാണ് മനസ്സും വർക്ക് ചെയ്യുന്നത്. മനസ്സിനും ഈ ഇലാസ്റ്റിസിറ്റി ഉണ്ട്. ഇപ്പൊ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രെങ്തിനെ ഫോക്കസ് ചെയ്യുന്നു. അല്ലാതുള്ള സൈക്കോ പാത്തോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗങ്ങളെ അഡ്രസ് ചെയ്യുന്നു. രോഗങ്ങളില്ലാത്ത ഒരു അവസ്ഥയിൽ ഫ്രോയിഡിയൻ സൈക്കോളജിയെ മാറ്റി വയ്ക്കുന്നതാണ് ഏറ്റവും. ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും ഫ്രോയിഡിയൻ സൈക്കോളജി കേൾക്കുമ്പോൾ ഇതിനെ ഒരു ടച്ച് സ്റ്റോൺ ആയിട്ട് ഉപയോഗിക്കുക. ഫ്രോയിഡിയൻ സൈക്കോളജി എവിടെയാണ് ആപ്ലിക്കബിൾ? അത് രോഗാവസ്ഥയാണ്. നിങ്ങൾക്കൊരു രോഗം ഉണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ഭൂതകാലത്തെ കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ട് സൈക്കോ അനാലിസിസ് ഒക്കെ നടത്തി അതിനുള്ള ആൻസർ. അതില്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാനില്ല. നിങ്ങളൊരു കാർഡ്ബോർഡ് പെട്ടി പോലെയാണ്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, പെർഫെക്റ്റ്ലി ഓക്കെ. പക്ഷെ പോസിറ്റീവ് സൈക്കോളജി അതല്ല പറയുന്നത്. നിങ്ങൾക്ക് ചില സ്ട്രെങ്ത് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയാണ്, യുണീക്നെസ് ഉണ്ട്. ഓരോ വ്യക്തിയും യുണീക്കാണ്. ആ യുണീക്നെസ്സിനെ കണ്ടെത്തി ആക്ച്വലൈസ് ചെയ്യാതെ നിങ്ങൾക്ക് സ്വസ്ഥത എന്നുള്ളത് ജീവിതത്തിൽ ഉണ്ടാകും. ഇതാണ് ഒരു ശാശ്വതമായ, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ഒരു ഫാക്ടറി. ഈ ഒരു ഫാക്ടറിനെ നമുക്ക് നിഷേധിക്കാം, പക്ഷെ ഇതെന്നും നമ്മളെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കും. നമ്മൾ നമ്മുടെ യുണീക്നെസ്സിനെ കണ്ടെത്തി അതിനെ ഡെവലപ്പ് ചെയ്ത് അതിനെ ആക്ച്വലൈസ് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ സ്ട്രഗിൾ ചെയ്യും. നേരത്തെ പറഞ്ഞ വാൻ ഗോഗിനെ സംബന്ധിച്ച് അദ്ദേഹം പുറമേ നോക്കിയാൽ എന്താണ് വളരെ ഒരു പരാജയപ്പെട്ട ജീവിതമാണ്. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ ഫുൾഫിൽഡാണ്. അദ്ദേഹത്തിന് പണമോ സർവൈവലോ അല്ല പ്രശ്നം, പിന്നെയോ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ആനന്ദം മാത്രമാണ്, ബ്ലിസ് മാത്രമാണ് അദ്ദേഹം. പീക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇവിടെയാണ് പോസിറ്റീവ് സൈക്കോളജിയിലേക്ക് നമ്മൾ കയറുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്, ആദ്യത്തെ ചവിട്ടോടിയാണ്. എബ്രഹാം മാസ്ലോ എന്ന് കേട്ടിട്ടുണ്ടോ? അമേരിക്കയിൽ ജീവിച്ചിരുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ് എബ്രഹാം മാസ്ലോ. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ വാക്ക് ഉപയോഗിച്ചത്, ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി അല്ലെങ്കിൽ പോസിറ്റീവ് സൈക്കോളജി ഉപയോഗിച്ചത്. അദ്ദേഹത്തിന്റെ നിങ്ങളുടെ ഒരു പേനയും പേപ്പറും ഉണ്ടെങ്കിൽ എടുത്താൽ നന്നായിരിക്കും. കാര്യം ഞാൻ ഇതൊന്നും എടുത്തിട്ടില്ല, നമ്മുടെ ഡയഗ്രാമുകളൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് പേനയും പേപ്പറും കയ്യിലുണ്ടെങ്കിൽ നന്നായിരിക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് കുറിച്ച് വയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ അത് നോക്കുമ്പോൾ കുറെ കൂടി ഞാനിപ്പോ പറയാൻ പോകുന്ന ഒരു ബേർഡ്സ് ഐ വ്യൂ ആണ്. ഒരു ബേർഡ്സ് ഐ വ്യൂ ആണ് തരാൻ പോണത്, ലൈഫിന്റെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ലൈഫിന്റെ ബേർഡ്സ് ഐ വ്യൂ. അത് എബ്രഹാം മാസ്ലോയുടെ പ്രശസ്തമായിട്ടുള്ള ഒരു ഡയഗ്രത്തെ ബേസ് ചെയ്തുകൊണ്ടാണ്. എബ്രഹാം മാസ്ലോ 1943 ഒരു പേപ്പർ പ്രസന്റ് ചെയ്തു. ആ പേപ്പറിന്റെ പേര് തിയറി ഓഫ് മോട്ടിവേഷൻ ആയിരുന്നു. അത് ലോകത്ത് ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച ഒരു കാഴ്ചപ്പാടാണ് തിയറി ഓഫ് മോട്ടിവേഷൻ. ഒരു മനുഷ്യൻ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്, ഒരു മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളിപ്പോ കുറിച്ച് വെച്ചാൽ നിങ്ങൾക്ക് പിന്നീട് പ്രയോജനമുണ്ട്. അപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞ അടിസ്ഥാനപരമായ ആവശ്യമുണ്ട് മനുഷ്യന്. അതെന്താണ്? അത് ഫിസിയോളജിക്കൽ നീഡാണ്. ഫിസിയോളജി ഫസ്റ്റ് ഒന്നും നീട്ടിട്ട് നിങ്ങൾ ഫിസിയോളജി നീട്ടാൽ മതി. നമ്മുടെ ശാരീരികമായ ആവശ്യങ്ങളുണ്ട് നമുക്ക്. അത് മീറ്റ് ചെയ്യാതെ നമുക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് രാവിലെ ഭക്ഷണം കഴിച്ചിട്ടാണ്, നമുക്ക് നല്ല വസ്ത്രം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അതായത് നമ്മൾ ഓൾറെഡി ഫിസിയോളജി മീറ്റ് ചെയ്ത ആൾക്കാരാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഇനി ഞാൻ അതിനെക്കുറിച്ച് പറയേണ്ടതില്ല. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് നമുക്ക് എല്ലാവർക്കും അടിസ്ഥാനപരമായി വേണ്ടത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. നേരത്തെ പറഞ്ഞ വാക്കുണ്ട് ഡെഫിഷ്യൻസി, നമ്മുടെ കുറവുകളെ കണ്ടെത്തി മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മുടെ ഡെഫിഷ്യൻസിയാണ് അത്. ഫുഡ്, ഷെൽട്ടർ, ഡ്രസ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡാണ്. ഇതാണ് അദ്ദേഹം ആദ്യമായിട്ട് പറയുന്നത്. ഒന്നാമതായിട്ട് ഇത് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അടുത്ത നീഡ് വരും. അതെന്താണ്? അത് സോഷ്യൽ നീഡാണ്, അല്ലെങ്കിൽ സേഫ്റ്റി. നീഡ് ഫോർ സേഫ്റ്റി, സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യം. നമുക്ക് ആഹാരവും വസ്ത്രവും ഒക്കെ കിട്ടിക്കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ നമ്മളൊരു അനാർക്കിസ്റ്റ് സൊസൈറ്റിയിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ സ്വസ്ഥരായിരിക്കും? ഒരിക്കലുമല്ല. അത് നമുക്ക് കേരളത്തിൽ ഇരുന്നുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം കേരളം വളരെ സെക്യൂർ ആണ്, സേഫ് ആണ്.
അങ്ങനെ ഒരു സോണിലാണ് നമ്മൾ. പക്ഷെ നമ്മളൊരു മിഡിൽ ഈസ്റ്റിലെ ഈ ലെബനൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളെ കുറിച്ച് ആലോചിച്ചു, അതല്ലെങ്കിൽ സിയാറാലിയോൺ പോലെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളെ കുറിച്ച് ആലോചിച്ചു, അതും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനെ കുറിച്ച് ആലോചിച്ചു. അവിടെ ഒരു മനുഷ്യനെ എത്രത്തോളം സേഫ് ആയിട്ടിരിക്കാൻ പറ്റും, എത്രത്തോളം സെക്യൂർ ആയിരിക്കുകയാണ്. വളരെ അനിശ്ചിതത്വമാണ് ജീവിതം, ഒട്ടും പ്രഡിക്റ്റബിലിറ്റി ഇല്ല, എന്ത് സംഭവിക്കാം. ഒരുപക്ഷെ ഇന്നത്തെ ദിവസം അവസാനത്തെ ദിവസമായിരിക്കാം, എന്ത് സംഭവിക്കാം. അപ്പൊ തീർച്ചയായിട്ടും അത് മീറ്റ് ചെയ്യാത്തടത്തോളം കാലം നമുക്ക് അതിനടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റില്ല. നമുക്ക് ഒട്ടും സ്വസ്ഥതയില്ല. അവിടെ എനിക്ക് ഇതുപോലെ സംസാരിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. അതുപോലെ ഒരു നാട്ടിൽ പോയിട്ട് നമ്മള് ജീവിതം അതിജീവനത്തിനപ്പുറം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഒരർത്ഥമില്ല. ഇവിടെ ഇത് പറയാതിരിക്കുന്നത് അർത്ഥമില്ല. ഇവിടെ നമ്മൾ അതിജീവനത്തിന്റെ ലെവലിൽ നിന്നാൽ പോരാ വാസ്തവത്തിൽ. കാര്യം കേരളം അത്രയേറെ ഒരു സർപ്ലസ് ആയിട്ടുള്ള രാജ്യമാണ്. അതിപ്പോ ഹെൽത്ത് എടുത്താലും എഡ്യൂക്കേഷൻ എടുത്താലും ഒക്കെ കേരളം വളരെ സർപ്ലസ് ആണ് എല്ലാത്തിനും. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് ലെവലിലേക്ക് ചിന്തിച്ചേ പറ്റും. ചിന്തിക്കാതിരുന്നാൽ ചിന്തിപ്പിക്കും ജീവിതം നമ്മളെ കൊണ്ട്. അപ്പൊ സേഫ്റ്റി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യമാണ്. ഇതാണ് രണ്ടാമത് വരുന്നത്. എബ്രഹാം മാസ്ലോയുടെ അഭിപ്രായത്തിൽ രണ്ടാമത്തെ മനുഷ്യന്റെ ആവശ്യം സുരക്ഷിതത്വമാണ്. മൂന്നാമത് അദ്ദേഹത്തിന് വരുന്നത് ലവ് ആൻഡ് ബിലോങ്ങിങ്സ്, നീഡ് ഫോർ ലവ് ആൻഡ് ബിലോങ്ങിങ്സ്, സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം. അവിടെയാണ് നമ്മുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിനുള്ള പ്രാധാന്യം, അതും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ ഗ്യാതറിങ്ങിനുള്ള പ്രാധാന്യമാണ്. നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഗ്യാതറിങ്ങുകളുണ്ട്. റിലീജിയൻ അതിലൊന്ന് മാത്രമാണ്. നമ്മുടെ പൊളിറ്റിക്കൽ ഗ്യാതറിംഗ് ഉണ്ട്, റിലീജിയസ് ഗ്യാതറിംഗ് ഉണ്ട്, നോൺ റിലീജിയസ് നോൺ പൊളിറ്റിക്കൽ ഗ്യാതറിംഗ് ഉണ്ട്. ധാരാളം തരത്തിൽ നമ്മൾ കമ്മ്യൂണലൈസ് ചെയ്യുന്നുണ്ട്, നമ്മൾ കമ്മ്യൂണായി തീരുന്നുണ്ട്. കൊച്ചു 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 ഗോത്രങ്ങളെ അല്ലെ കമ്മ്യൂൺ പോലെ ആയിത്തീരും. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ളിൽ റെക്കഗ്നേഷൻ കിട്ടണം, അതിനുള്ളിൽ സേഫ്റ്റി കിട്ടണം, അതിനുള്ളിൽ ഒരു പ്രഡിക്റ്റബിലിറ്റി കിട്ടണം, നമുക്ക് നമ്മുടെ സെയിം ട്രൈബുമായിട്ട് കമ്മ്യൂൺ ചെയ്യാം. ഇവിടെയാണ് നമ്മുടെ നീഡ് ഫോർ ലവ് ആൻഡ് ബിലോങ്ങിങ്സ് എന്ന് പറയുന്ന മൂന്നാമത്തെ സ്റ്റേജ്. അത് ചിലപ്പോൾ ഒരാളോടും ആകാം. 1-on-1 റിലേഷൻ തൊട്ട് നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗ്രൂപ്പ് വരെ അതിനകത്ത് പെടും. ഇത് മൂന്നുമായി കഴിഞ്ഞാൽ ആലോചിച്ചത് നമുക്ക് ആഹാരമുണ്ട്, വസ്ത്രമുണ്ട്, പാർപ്പിടമുണ്ട്, നമുക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള ഒരു സൊസൈറ്റി ഉണ്ട്, അവിടെ പ്രെഡിക്റ്റബിലിറ്റി ഉണ്ട്, നാളെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മൂന്നാമതായിട്ട് എനിക്ക് സ്നേഹിക്കാൻ, എന്നെ സ്നേഹിക്കാൻ, എനിക്ക് സ്നേഹിക്കാൻ ആൾക്കാരുണ്ട്. ഓൾമോസ്റ്റ് ഒരു പകുതിയിലേറെ മനുഷ്യർ ഇവിടെ കൊണ്ട് നിർത്തും, ഇവിടെ കൊണ്ട് സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ പിന്നെയും അവർ സ്ട്രഗിൾ ചെയ്യും. കാര്യം ഇനിയും ഉണ്ട്, രണ്ടോ മൂന്നോ ചൂട് ഇനിയുണ്ട്. അതറിയില്ല. മനുഷ്യന് ഇൻഫിനിറ്റ് ആയിട്ട് ഇവോൾവ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മനുഷ്യന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. അയാൾക്ക് എത്ര വേണേ ഇവോൾവ് ചെയ്യാൻ പറ്റും എന്നതാണ്. അപ്പൊ നാലാമത്തേത് സെൽഫ് എസ്റ്റീം ആണ്. നീഡ് ഫോർ സെൽഫ് എസ്റ്റീം. അപ്പം എബ്രഹാം മാസ്ലോ പറയുന്ന നാലാമത്തെ നീഡ്, നമ്മളിപ്പോൾ സ്നേഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് എസ്റ്റീമിലേക്ക് പോകേണ്ടതുണ്ട്. സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് അത് നമുക്ക് കിട്ടുന്നത് നമ്മുടെ കഴിവുകളെ കണ്ടെത്തി മറ്റുള്ളവർ അംഗീകരിക്കുമ്പോഴൊക്കെയാണ് നമുക്കത് ഉണ്ടായി വരുന്നത്. നമുക്ക് നമ്മുടെ ട്രൈബിൽ നിന്നുള്ള റെക്കഗ്നിഷനാണ് അത്. ഈ സ്നേഹത്തിന്റെ കുറച്ചുകൂടി ഗാഠമായ അനുഭവമാണ് സെൽഫ് എസ്റ്റീം. സ്നേഹം നമ്മുടെ ആദ്യത്തെ അനുഭവമാണ്. ആ സ്നേഹത്തിന്റെ ഉത്തരഘട്ടം, നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എസ്റ്റീമാണ്. നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തി നമ്മളെ അംഗീകരിക്കുക, ആദരിക്കുക എന്നുള്ളതാണ്. തിരിച്ചു ഇതാണ് സ്നേഹത്തിന്റെ ഒരു സ്റ്റഡി ഫ്ലോ. സ്നേഹത്തിന്റെ ഇലേഷൻ തുടക്കത്തിലാണ്. അതിന്റെ സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത് പരസ്പരം അംഗീകരിച്ച് റെസ്പെക്ട് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴാണ്. ഇതാണ് നീഡ് ഫോർ സെൽഫ് എസ്റ്റീം. ഈ നാലെണ്ണത്തിൽ ഏകദേശം 90% മനുഷ്യരും ഈ നാലിൽ അവസാനിപ്പിക്കും. ഇതിലിപ്പോ നിങ്ങൾ ഈ പറയുന്ന ജോലിയുണ്ട്. നിങ്ങളിപ്പോൾ പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ജോലി കിട്ടാനാണ്. ഞാൻ എന്തിനാണ് ജോലി പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് ശമ്പളം കിട്ടാൻ തന്നെയാണ്. അതിന്റെ സത്യസന്ധമായ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഇതൊക്കെ ഇതിനകത്ത് പെടും, ഈ നാലിൽ ഉൾപ്പെടും. ഈ നാലിൽ ഉൾപ്പെടാത്തതാണ് ഈ നാലെണ്ണത്തിന് പറയുന്ന പേരാണ് അതിജീവി. ഈ ആദ്യത്തെ 4 സംഗതികൾക്ക് പറയുന്ന പേരാണ് അതിജീവം. ഈ നാലെണ്ണത്തിനെ നമ്മൾ വിളിക്കുന്നത് ഡെഫിഷ്യൻസി നീഡ്സ് എന്നാണ്. ഇതിന്റെ കുറവുണ്ടായാൽ അത് നമ്മളെ ബാധിക്കും. ഈ അഞ്ചാമത്തെ ഫൈനലായിട്ടുള്ളതുകൊണ്ട് അത് വളരെ കുറച്ച് പേർ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു ഏരിയയാണ്. അതിന്റെ പേരാണ് നീഡ് ഫോർ സെൽഫ് ആക്ച്വലൈസേഷൻ. ഇവിടെയാണ് ലൈഫ് തുടങ്ങുന്നത്. നീഡ് ഫോർ സെൽഫ് ആക്ച്വലൈസേഷൻ. ഇവിടെ നിങ്ങളായി മാറുകയാണ്. നിങ്ങളുടെ യുണീക്നെസ്സിനെ നിങ്ങൾ തിരിച്ചറിയുന്നു. അതിനു മുമ്പ് വരെ നിങ്ങൾ വണ്ണമെന്റ് ഹേർഡാണ്, ഒരു പറ്റം. ആ പറ്റത്തിൽ ഒരാൾ മാത്രമാണ്, ആ സൊസൈറ്റിയിൽ ഒരാൾ മാത്രമാണ്. പക്ഷെ
അഞ്ചാമത്തെ സ്റ്റേജിൽ സെൽഫ് ആക്ച്വലൈസേഷനിൽ നിങ്ങൾ ആരാണ്? നിങ്ങൾ മാത്രം. യുണീക്ക്. നിങ്ങൾ നിങ്ങളുടെ യുണീക്നെസ്സിനെ കണ്ടെത്തി കഴിഞ്ഞു. അതെങ്ങനെ കണ്ടെത്താമെന്ന് നമുക്ക് ഇക്കിഗയുടെ സഹായത്തോടെ നോക്കാം. ഇത്രയായിരുന്നു അദ്ദേഹം ആദ്യം അവതരിപ്പിച്ച പോസിറ്റീവ് സൈക്കോളജിയിൽ ആദ്യം അവതരിപ്പിച്ച തിയറിയിൽ ഇത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാലാമതൊരു സംഗതി പിന്നീട് ആഡ് ചെയ്തു. അതിന്റെ പേര് നീഡ് ഫോർ ട്രാൻസെൻഡൻസ്. നീഡ് ഫോർ സെൽഫ് ട്രാൻസെൻഡൻസ്. ട്രാൻസ് എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? ട്രാൻസ് എന്നൊരു വാക്ക് സാധാരണ എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഉന്മാദം നമുക്ക് അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ട്രാൻസ് മനുഷ്യന്റെ ഒരു അവസ്ഥയാണ്. ട്രാൻസ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു അവസ്ഥയാണ്. സാധാരണ നമുക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മതത്തെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. അതങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത്തരം ചോദ്യങ്ങളും ലൈഫിന്റെ മീനിങ് എന്താണ്, അല്ലെങ്കിൽ ട്രാൻസെൻഡൻസ് എന്താണ് എന്നൊക്കെയുള്ള ചോദ്യം നമ്മൾ ബൈപ്പാസ് ചെയ്ത് പോയിരിക്കുകയാണ്. എന്നിട്ട് നമ്മളിത് പുരോഹിതന്മാർക്ക് മാത്രമായിട്ട് വെച്ചു കൊടുത്തു. നമ്മുടെ ഈ ചോദ്യം ഒരിക്കലും നമ്മളോട് ചോദിക്കാറില്ല, അല്ലെങ്കിൽ നമ്മുടെ ഡെഫിഷ്യൻസി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാറില്ല. എന്നിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്യുന്നു. നമ്മളുടെ സെൽഫ് ആക്ച്വലൈസേഷൻ എന്താണ്, സെൽഫ് പൊട്ടൻഷ്യൽ എന്താണ്, സെൽഫ് ട്രാൻസെൻഡൻസ് എന്താണ് എന്നറിയാം. ഇപ്പൊ ട്രാൻസ് എന്നുള്ള വാക്കിന്റെ ഒരു അർത്ഥം അറിയണമെങ്കിൽ നമ്മുടെ വില്യം വേഴ്സ്വർത്തിന്റെ ഒരു പോയമുണ്ട്. എക്സ്കർഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു കവിതാ സമാഹാരമുണ്ട്. എക്സ്കർഷൻ എന്നുള്ള ഒരു കവിതാ സമാഹാരം ഒരു 100 വർഷം മുമ്പ് മദ്രാസിലെ പിന്നെ ഇവിടുത്തെ നമ്മുടെ ബംഗാളിലെ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ അവിടെ ഒരു കുട്ടിക്ക് ഒരു സംശയം വന്നു. കുട്ടിയുടെ പേര് നരേന്ദ്രൻ എന്നായിരുന്നു. ഞാൻ ആരെ കുറിച്ച് പറഞ്ഞു വരുന്നത് ക്രെഡിറ്റ് ചെയ്യുന്നു. ആ കുട്ടിയുടെ പേര് നരേന്ദ്രൻ എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പ്രൊഫസർ ഹേസ്റ്റി എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ, അന്നത്തെ ഏറ്റവും വലിയ ഒരു പിന്നെ അക്കാഡമിഷ്യനായിരുന്നു, സ്കോളറായിരുന്നു. അപ്പൊ ഹേസ്റ്റിയാണ് ക്ലാസ് എടുക്കുന്നത്. ഹേസ്റ്റിയുടെ അടുത്ത് ചോദിച്ചു, ഈ എക്സ്കർഷൻ എന്നുള്ള കവിതയിൽ ട്രാൻസ് എന്നൊരു വാക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു കുട്ടി മാത്രം ട്രാൻസിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. ബാക്കി എല്ലാവരും കേട്ടോണ്ടിരുന്നു. അപ്പം ഇദ്ദേഹം പറഞ്ഞു കൊടുത്തു, ട്രാൻസ് എന്ന് പറഞ്ഞാൽ സംതിങ് ബിയോണ്ട്, ഗോയിങ് ബിയോണ്ട്, നമ്മൾ ട്രാൻസെൻഡ് ചെയ്യുക, നമ്മുടെ ലിമിറ്റിനെ ഭേദിക്കുക എന്നൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷെ ഇയാൾക്ക് അത് മനസ്സിലായില്ല. ഇയാൾ വീണ്ടും ഭയങ്കര സത്യസന്ധനായ ഒരു കുട്ടിയായിരുന്നു. അതിന് അറിയാതെ അദ്ദേഹത്തിന് ഒരു സമാധാനം കിട്ടില്ലായിരുന്നു. വീണ്ടും വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചു, ട്രാൻസ് എന്താണ്, ട്രാൻസ് എന്താണ്. ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത്? ആരെക്കുറിച്ചായിരിക്കും? വിവേകാനന്ദൻ. അപ്പോഴാണ് പ്രൊഫസർ ഹേസ്റ്റി പറഞ്ഞത്, നിങ്ങള് ദക്ഷിണേശ്വർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു മിസ്റ്റിക് ഉണ്ട്, ശ്രീരാമകൃഷ്ണൻ എന്നാണ് പേര്. അദ്ദേഹം കൂടെ ട്രാൻസിലേക്ക് പോകും. അപ്പം അദ്ദേഹത്തിന് ഒരു പക്ഷേ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും. അങ്ങനെ ഈ നരേന്ദ്രൻ രാമകൃഷ്ണദേവന്റെ അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് ട്രാൻസ് എന്താണെന്ന് അനുഭവിക്കുകയാണ്. ഇതാണ് സെൽഫ് ട്രാൻസെൻഡൻസ്. ഇങ്ങനെ ഒരു ഇത് എബ്രഹാം മാസ്ലോ പറയുന്നത് 1% മനുഷ്യർ മാത്രമേ ഇവിടേക്ക് ശ്രദ്ധിക്കാറുള്ളൂ, ഈ ട്രാൻസെൻഡൻസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്. ബാക്കി എല്ലാവരും ആദ്യത്തെ 4 ഘട്ടങ്ങൾ കൊണ്ട് നിർത്തുകയും പിന്നീട് സ്ട്രഗിൾ ചെയ്യുകയും ജീവിതത്തിന് ഒരു ഡെപ്ത് കിട്ടാതിരിക്കുകയും ചെയ്യും. ജീവിതത്തിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ, അതിൽ തന്നെ സെൽഫ് ട്രാൻസെൻഡൻസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ചെറിയ കാര്യം കൂടി പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. നിങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ച് ഞാൻ കണ്ടിന്യൂ. ഇതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയുന്നത്, ഈ സെൽഫ് ട്രാൻസെൻഡൻസ് അതെങ്ങനെയാണ് നമുക്ക്, അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് നമുക്ക് പോകാനുള്ള പ്രായോഗികമായിട്ടുള്ള ഒരു രീതി എന്താണ്, നമുക്ക് എങ്ങനെ നമ്മുടെ പൊട്ടൻഷ്യലിനെ ആക്ച്വലൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു പോസിറ്റീവ് സൈക്കോളജി എന്താണ്, നമ്മളുടെ സ്ട്രെങ്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് എന്താണ്? ഞാൻ പറഞ്ഞു യുണീക്നെസ് ആണ് ഇവിടെ, അല്ലെ? സെൽഫ് ആക്ച്വലൈസേഷനിൽ യുണീക്നെസ്സിനാണ് പ്രാധാന്യം. ഒരിക്കലും എനിക്ക് നിങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് എന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം നമ്മളെല്ലാം ഡിഫറെന്റ് പീസ് ഓഫ് ലൈഫാണ്. 100% നമ്മൾ വ്യത്യസ്തരാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിലേക്ക് പോകാം. ഇപ്പോ ഇക്കിഗയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇക്കിഗയുടെ അർത്ഥം എന്താണ്? ലൈഫിന്റെ പർപ്പസ്, ജീവിതത്തിന്റെ ആ ഡെപ്ത് എന്താണെന്ന് അന്വേഷിക്കുന്ന ഒരു രീതിശാസ്ത്രമാണ് ഇക്കിഗ. 4 ചോദ്യങ്ങൾ പറയാം, നിങ്ങൾ അത് എഴുതിയെടുത്തോളൂ. ഈ 4 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആൻസർ കൊടുക്കുന്നതിനനുസരിച്ച് ഈ പറയുന്ന സെൽഫ് ആക്ച്വലൈസേഷനിലേക്കുള്ള ഒരു വാതിൽ തുറന്നു കിട്ടും. സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് എബ്രഹാം മാസ്ലോ പറയുന്ന ഒരു മനുഷ്യന്റെ
അഭിലഷണീയമായ എൻ പോയിന്റ്. ഒരു മനുഷ്യന്റെ എൻ പോയിന്റ് എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്, ആത്മസാക്ഷാത്കാരം. സാധാരണ ഇത് റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സെക്യുലർ ആയിട്ടുള്ള ആൾക്കാർ ഇതിനെ ബൈപാസ് ചെയ്തു പോവുകയാണ്. ഇതിനൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ ട്രാൻസെൻഡൻസും അതുപോലെ പീക്ക് എക്സ്പീരിയൻസും ഒക്കെ നമ്മൾ ചിലർക്ക് മാത്രമായി പതിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വേണ്ട, എല്ലാ മനുഷ്യർക്കും ഇത് ഒരേപോലെ പ്രാപിക്കാവുന്നതാണ്. എല്ലാവർക്കും യുണീക്നെസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടി വരും. വ്യത്യസ്ത രീതിയിലായിരിക്കും. ഇപ്പം മറഡോണ എന്ന് പറയുന്ന ആൾക്ക് പീക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നത് എപ്പോഴാണ്? ഫുട്ബോൾ കളിക്കുമ്പോഴാണ്. ഇപ്പൊ റൊണാൾഡീനിയോ എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ടായിരുന്നു, ബ്രസീലിന്റെ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു റൊണാൾഡീനിയോ പറയുന്നത് അയാൾക്ക് എക്സ്റ്റസി കിട്ടുന്നത് ഈ ഫുട്ബോൾ ഡ്രിബിൾ ചെയ്യുമ്പോൾ ശബ്ദം കേൾക്കുമ്പോഴാണ്. ഫുട്ബോൾ നമ്മളിങ്ങനെ ഡ്രിബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാലോ, പാസ് ചെയ്ത് ചെറിയ കൊച്ചു പാസുകൾ, ചെറിയ പാസുകൾ കൊടുത്ത് അതാണല്ലോ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ. ലോങ് പാസുകളല്ല, കൊച്ചു പാസുകൾ കൊടുത്ത് പോകുമ്പോൾ ഈ ശബ്ദം ഇങ്ങനെ വരില്ലേ ഫുട്ബോളിന്റെ, അത് ഇദ്ദേഹത്തിന് എക്സ്റ്റസി ആണെന്നാണ് റൊണാൾഡീനിയോയ്ക്ക്. റൊണാൾഡീനിയോ നല്ല പ്ലെയറാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ ആനന്ദവാനായിട്ടുള്ള പ്ലെയർ. ഇത് വേൾഡ് ക്ലാസ് ഫുട്ബോളേഴ്സിന് എല്ലാം പൊതുവെയുള്ള അഭിപ്രായം തന്നെയാണ്. മറഡോണ തുടങ്ങിയ ലോക നിലവാരത്തിലുള്ള ഫുട്ബോളേഴ്സ് എല്ലാം ഈ അഭിപ്രായമുണ്ട്. പിന്നെ അത്ലറ്റുകൾക്ക് നമ്മുടെ ഉസൈൻ ബോൾട്ടിന് ഈ അഭിപ്രായമുണ്ട്. അദ്ദേഹം ഏറ്റവും കൂടുതൽ ആനന്ദം അനുഭവിക്കുന്നത് അദ്ദേഹത്തിന്റെ മാക്സിമം സ്പീഡ് അച്ചീവ് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സ് അപ്രത്യക്ഷമാകുക. അദ്ദേഹം ട്രാൻസിലായി പോകുന്നതാണ്. ഇങ്ങനെയുള്ള നമുക്ക് എല്ലാവർക്കും കഴിവുണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് ഇപ്പൊ ഞാൻ പറയുന്നത് ഉസൈൻ ബോൾട്ടിനെ നമുക്ക് ഫുട്ബോൾ കളിപ്പിച്ചാൽ അദ്ദേഹത്തിന് ഈ ഒരു ഹാപ്പിനെസ് കിട്ടില്ല. നേരെ മറിച്ച് റൊണാൾഡീനിയോ ഓടിയാലും അദ്ദേഹത്തിന് ഇത് കിട്ടണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോ യുണീക്ക് ആയിട്ടുള്ള ഏരിയ ഉണ്ട്, സ്ട്രെങ്ത് ഏരിയ ഉണ്ട്. അതിലേക്ക് എങ്ങനെ നമുക്ക് ഫോക്കസ്ഡ് ആവാം എന്നും കൂടെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സംഗതി കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാം. 4 ചോദ്യം. ആദ്യത്തെ ചോദ്യം, ഈ ചോദ്യത്തിന് നിങ്ങളെ എന്നോട് ഉത്തരം പറയരുത്, പക്ഷെ നിങ്ങളോട് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. ഉത്തരം പറയാതിരിക്കരുത്. നിങ്ങൾ എഴുതി വെക്കുക, എന്നിട്ടത് മനസ്സിലിട്ടുകൊണ്ടിരിക്കുക, മനസ്സിൽ നട്ട് വളർത്തുക. നിങ്ങൾ മെച്ചുറാകുന്നതിനനുസരിച്ച് ഈ ചോദ്യവും മെച്ചുറായിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഇപ്പോഴും കുറെ ആൻസർ കിട്ടും, പക്ഷെ ആൻസർ കൊണ്ട് അവസാനിപ്പിക്കണ്ട. അതൊരു ഓൺ ഗോയിങ് പ്രോസസ്സാണ്. സിമ്പിൾ ആണ്, യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല. ആദ്യത്തെ ചോദ്യം ഇതാണ്: that which you love. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഇക്കിഗയുടെ ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ? ഏറ്റവും ഇഷ്ടം ഞാൻ ചോദിക്കില്ല, അതൊക്കെ ഒരു ഏറ്റവും ഇഷ്ടം ഒരിക്കലും ചോദിക്കരുത്. ഇപ്പൊ നമ്മൾ ആരോട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അച്ഛനെയാണോ അമ്മയാണോ, അങ്ങനത്തെ പൊട്ട ചോദ്യങ്ങൾ ദയവായി ചോദിക്കരുത്. ഏറ്റവും ഇഷ്ടം തന്നെ ഇഷ്ടമില്ല. അതിൽ സ്നേഹിക്കുന്നവർ ഒരിക്കലും ചോദിക്കരുത് എന്നോടാണോ ഏറ്റവും ഇഷ്ടം എന്ന് ചോദിക്കുന്നത്. അതിലൊരിക്കലും നിങ്ങൾക്ക് സത്യസന്ധമായ ഉത്തരം കിട്ടില്ല. അതിന്റെ സ്നേഹം യുണീക്കാണ്, ഓരോരുത്തരടുത്തും ഓരോ രീതിയിലാണ്, ഓരോ ഗാഠതയിലാണ് ആ സ്നേഹം വരുന്നത്. അതുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടതല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത്. ദാറ്റ് വിച്ച് യു ലവ്. ആ മോസ്റ്റ് എന്നുള്ള വാക്ക് കേട്ടില്ല. ദാറ്റ് വിച്ച് യു ലവ്. എന്തൊക്കെ ചെയ്യാനാണോ ഇഷ്ടം, അതിന്റെ എല്ലാം ഒരു വലിയ ലിസ്റ്റ് ഉണ്ടാക്കണം. വലിയൊരു ലിസ്റ്റ് ഉണ്ടാക്കണം. ഇപ്പോ എന്തൊക്കെയായിരിക്കും സാധാരണ? പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, സിനിമ കാണാൻ ഇഷ്ടമാണ്, പുസ്തകം വായിക്കാൻ ഇഷ്ടമാണ്, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്, സുഹൃത്തുക്കളോടൊത്ത് സമയം ചെലവഴിക്കാൻ ഇഷ്ടമാണ്, ഇതുപോലെ സംസാരിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ ഒത്തിരി ഉത്തരങ്ങൾ നമുക്കുണ്ടായിരിക്കും. ഈ ഉത്തരത്തിൽ എവിടെയോ നമ്മുടെ സ്ട്രെങ്ത് കിടക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കൊരു 50 or 100 ഉത്തരം കൊടുക്കാൻ ഇതിൽ എവിടെയോ നമ്മളുണ്ട്. അതായത് നമ്മുടെ ഏറ്റവും കോർ, അത് ആത്മാവെന്നൊക്കെ പറയില്ലേ, സോൾ എന്നൊക്കെ പറയില്ലേ, മനുഷ്യന്റെ സ്പിരിറ്റ്, സോൾ എന്നൊക്കെ, അത് ഈ നമ്മൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന പേരാണ്. ഇതിലെവിടെയോ നമ്മുടെ സ്പിരിറ്റ് കിടക്കുന്നുണ്ട്, നമ്മുടെ സോൾ കിടക്കുന്നുണ്ട്. ഇത് കണ്ടെത്തിയാൽ മാത്രം നമ്മൾ സ്വസ്ഥതയെ പ്രാപിക്കുന്ന ഒന്നാണത്. നമുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് എടുക്കുക, അത് കൂടെ കൊണ്ടു കിടക്കുക. ഒരുപക്ഷെ നിങ്ങൾ ഈ പ്രായത്തിൽ കണ്ടിട്ടുന്ന ഉത്തരമായിരിക്കില്ല. നിങ്ങളൊരു 7 വർഷം കഴിയുമ്പോഴാണ് ഓരോ മനുഷ്യരും പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. അതറിയാമല്ലോ അല്ലെ? ഓരോ 7 വർഷം കൂടുമ്പോഴും മനുഷ്യൻ അവന്റെ ഈ പാമ്പിന്റെ ഉറയൂരുന്നത് പോലെ മനുഷ്യന്റെ ഒരു ഉറയൂരുന്നു. 7 വർഷം കഴിയുമ്പോൾ അവൻ റിന്യൂ ചെയ്യപ്പെടുന്നു. ഓരോ 7 വർഷം കഴിയുമ്പോഴും നിങ്ങൾ മെച്ചൂർ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആ 7 വർഷങ്ങൾ ഇപ്പോഴുള്ള ഉത്തരം ആയിരിക്കണമെന്നില്ല, നിങ്ങൾക്ക് കുറെ കൂടെ ഡീപ്പായിട്ടുള്ള ഉത്തരങ്ങൾ. അപ്പൊ ഇത് കൂടെ കൊണ്ട് കിടക്കാം. ദാറ്റ് വിച്ച് യു ലവ്. ഈ രണ്ടാമത്തെ ചോദ്യം, ഈ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തുക. രണ്ടാമത്തെ ചോദ്യം,
സിമ്പിൾ ആണ്, പക്ഷെ കുറെ കൂടെ ഫോക്കസ്ഡ് ആണ്. ദാറ്റ് വിച്ച് യു ഗുഡ് അറ്റ്. നിങ്ങൾ ഏതിലാണ് ഇതിൽ? ദാറ്റ് വിച്ച് യു ആർ ഗുഡ് അറ്റ്. നിങ്ങൾ ഇതിനകത്ത് ഏതിലാണ് നിങ്ങൾക്ക് കഴിവുള്ളത്, നിങ്ങൾക്ക് മിടുക്കുള്ളത്? ഈ രണ്ട് ചോദ്യം സിമിലർ ആണെന്ന് തോന്നുന്നുണ്ടോ? സിമിലർ ആണെന്ന് തോന്നും, പക്ഷെ സിമിലർ അല്ല. ഉദാഹരണം, എനിക്ക് പാട്ട് കേൾക്കുന്നത് ഇഷ്ടമാണ്. ആദ്യത്തെ ചോദ്യത്തിന് ഞാൻ ഡെഫിനറ്റ് ആയിട്ട് മ്യൂസിക്കിന് ഉത്തരം കൊടുക്കും, ദാറ്റ് വിച്ച് യു ലവ്. രണ്ടാമത്തെ ചോദ്യത്തിന് ദാറ്റ് വിച്ച് ആർ ഗുഡ് അറ്റ് എന്നുള്ളത് ഞാൻ മ്യൂസിക്കൊന്നും കൊടുക്കില്ല. ഇത് എനിക്കറിയാം, മ്യൂസിക്കിൽ ഗുഡ് അല്ല. അപ്പൊ നമ്മൾ അങ്ങനെ കൊടുക്കരുത്. നമ്മൾ റിയലി ഗുഡ് ആണെങ്കിൽ മാത്രം കൊടുക്കുക. ഈ എങ്ങനെയാണ് ഇത് റിയലി ഗുഡ് ആണെന്ന് അറിയാം. എല്ലാവരും ഒരുപോലെ അല്ല കേട്ടോ ഈ കാര്യത്തിൽ. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നമ്മളോട് സത്യസന്ധരായിരിക്കും. എല്ലാവരും ഒരുപോലെയല്ല. പാടാൻ, നന്നായിട്ട് പാടാൻ നമ്മുടെ സ്വനഭേദത സാധിക്കുന്നവരും അല്ലാത്തവരുണ്ട്. അതൊരു പ്രത്യേകത, അത്ര മാത്രം. നമ്മളോട് സത്യസന്ധത പുലർത്തി ഉത്തരം കൊടുക്കുക. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത് ഗുഡ് ആണോ അല്ലയോ എന്ന് അറിയുന്നത്? അതിനൊരു എക്സാമ്പിൾ, നമ്മളോട് മറ്റുള്ളവരൊന്ന് പറയും, ഒന്ന് പാടാവോന്ന് ചോദിക്കും. ചിലപ്പോ അവര് ചിലപ്പോ നമ്മളെ ഫോൺ വിളിച്ച് പറയും, ആ 2 വരി ഒന്ന് മൂളാമോ എന്നൊക്കെ ചോദിക്കും. അതെന്തുകൊണ്ടാണ്? നമ്മൾ അതിനകത്ത് നന്നായിരിക്കുന്നതുകൊണ്ടാണ്. ഇവിടെ പ്രാർത്ഥന ആരെ? അപ്പോ രണ്ടാമത്തെ ചോദ്യമാണ് ദാറ്റ് വിച്ച് യു ആർ ഗുഡ് അറ്റ്. അപ്പോ ആദ്യത്തെ ലിസ്റ്റ് ഒന്ന് ചുരുങ്ങും. ആദ്യത്തെ ലിസ്റ്റ് നന്നായിട്ട് ചുരുങ്ങും. അത് പക്ഷെ അതൊരു മോശം കാര്യമാണെന്ന് വിചാരിക്കരുത്. ലിസ്റ്റ് ചുരുങ്ങുന്നത് മോശം കാര്യമല്ല. ലിസ്റ്റ് ചുരുങ്ങുന്നത് വെച്ചാൽ അർത്ഥം നിങ്ങൾ പിൻ പോയിന്റിലേക്ക് വരികയാണ്. നിങ്ങൾ കുറെ കൂടി ഫോക്കസ്ഡ് ആവുകയാണ്. നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു മൂന്നാമത്തെ ചോദ്യം കൂടി ആവുമ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ആക്യുറസിയിലേക്ക് വരും. അത് ഈ 3 ചോദ്യങ്ങൾക്കും പെട്ടെന്ന് ഉത്തരം കൊടുക്കരുത്. അതിന് ഒരുപാട് സമയം കൊടുക്കുക. മൂന്നാമത്തെ ചോദ്യം, ദാറ്റ് വിച്ച് ദ വേൾഡ് ഡിമാൻഡ്സ് ഫ്രം യു. ഈ ലോകം നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നു. ഇപ്പൊ നമ്മുടെ ലിസ്റ്റ് കുറേയേറെ ചുരുങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാടാൻ സാധിക്കുന്ന ഒരാളോട് പാട്ട് പാടാമെന്ന് ആളുകൾ മുമ്പോട്ട് വന്ന് ചോദിക്കും. ചിത്രം വരയ്ക്കാൻ സാധിക്കുന്നവരോട് തീർച്ചയായിട്ടും അത് വന്ന് ആളുകൾ ആഗ്രഹിക്കും. ചോദിക്കുക മാത്രമല്ല, ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അത് കേൾക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് കാണാൻ വേണ്ടി മാത്രമുള്ള കുറെ ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ ചോദ്യമാണ് ദാറ്റ് വിച്ച് ദ വേൾഡ് ഡിമാൻഡ്സ് ഫ്രം യു. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ യൂണീക്ക് ആയിട്ടുള്ള ആ അംശത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ശരിക്കും ഇന്ത്യയിൽ 4ാമത്തെ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം അത്ര പ്രസക്തമല്ലെന്നാണ് എന്റെ അഭിപ്രായം. 4ാമത്തെ ചോദ്യം ഇതാണ്, ദാറ്റ് വിച്ച് യു ക്യാൻ ബി പെയ്ഡ് ഫോർ. നിങ്ങൾക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടോ? ഈ ചോദ്യം വേണേൽ നമുക്ക് അവഗണിക്കാം. ഇക്കിഗയിലെ ഈ 4ാമത്തെ ചോദ്യം നമുക്ക് അവഗണിക്കാം. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, നമ്മൾ പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ ഒരു ജീവിതത്തിന്റെ ദൗത്യമായി എടുത്തിരിക്കുന്ന ഒരു കാര്യം, അതിൽ നിന്ന് മോണിറ്ററി ബെനിഫിറ്റ് നമ്മൾ ആഗ്രഹിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷെ അതിജീവനത്തിന് മോണിറ്ററി ആവശ്യമാണ്. അതും കൂടെ ഒത്തു വരുവാണെങ്കിൽ ബെസ്റ്റ് എന്നേ പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം ദാറ്റ് വിച്ച് യു ലവ് എന്നുള്ളതിന്റെ അർത്ഥത്തിൽ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ വരയ്ക്കുക എന്നുള്ളതാണ് നിങ്ങൾ കൊടുത്തത്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ദാറ്റ് വിച്ച് യു ആർ ഗുഡ് അറ്റ്, അതും നിങ്ങൾ ആർട്ടിസ്റ്റ് ആണ് അല്ലെങ്കിൽ പെയിന്റിംഗ് ആണ്, ഡ്രോയിങ് ആണ് നിങ്ങൾ ആൻസർ കൊടുത്തു. മൂന്നാമത്തെ ചോദ്യം ദാറ്റ് വിച്ച് ദ വേൾഡ് ഡിമാൻഡ്സ് ഫ്രം യു, അതിനും നിങ്ങൾ ഡ്രോയിങ് എന്ന ഉത്തരം വന്നു കൊടുക്കുമല്ല, വരികയാണ്. ഇത്രയും 3 വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് പർപ്പസ് നമുക്ക് കിട്ടിക്കഴിയും. ഈ 3 ചോദ്യത്തിനും ഒരു ഉത്തരം വന്നു കഴിഞ്ഞാൽ ലൈഫിന്റെ പർപ്പസ്, ഇതിനനുസരിച്ചുള്ള കോഴ്സാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഓൾറെഡി കുറച്ച് ലേറ്റ് ആണ്. ഇത് ശരിക്കും ഒരു അല്ലേ, ഒരു ഹൈസ്കൂൾ തലത്തിൽ നിന്ന് തന്നെ നമ്മൾ ഈ സ്ട്രീമിങ്ങിലേക്ക് പോകണം. സാരമില്ല, ബെറ്റർ ബി ലേറ്റ് ദാൻ നെവർ. ഈ അവസരത്തിലാണെങ്കിൽ ശരി, നിങ്ങൾക്ക് ഇനിയുള്ള ജീവിതത്തെ മോൾഡ് ചെയ്തെടുക്കാൻ സെക്കൻഡ് ബെസ്റ്റ് ടൈം ഇതാണ്. ബെസ്റ്റ് ടൈം ഒരു 8ാം ക്ലാസ് ഒക്കെ ആയിരുന്നെങ്കിലും സെക്കൻഡ് ബെസ്റ്റ് ടൈം ഇതാണ്. ഈ 3 ചോദ്യങ്ങൾ. 4ാമത്തെ ചോദ്യത്തിന് പ്രസക്തി കുറവാണ്. നിങ്ങൾക്ക് ജീവിക്കാൻ മാർഗം ഉണ്ടെങ്കിൽ പ്രസക്തി കുറവാണ്, ഇല്ലെങ്കിൽ പ്രസക്തമാണ്. ആദ്യത്തെ ചോദ്യം 2ാമത്തെ ചോദ്യം കൂടെ 1+2 എന്ന് പറയുന്നത് നമ്മുടെ പാഷനാണ്. ആദ്യത്തെ ചോദ്യം എന്താണ്? ദാറ്റ് വിച്ച് യു ലവ്, ദാറ്റ് വിച്ച് യു ആർ ഗുഡ് അറ്റ്. ഇത് രണ്ടിന്റെയും ചേരുമ്പോൾ
നിങ്ങളുടെ പാഷൻ, അഭിനിവേശം എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യവും മൂന്നാമത്തെ ചോദ്യവും കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ്? രണ്ടാമത്തെ ചോദ്യം എന്താണ്? That which you are good at and that which the world demands from you. ഇത് രണ്ടും ചേരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മിഷൻ, ജീവിത ദൗത്യം എന്താണെന്ന് നിങ്ങൾക്ക് നോക്കൂ. ഇത് പുറത്തുനിന്ന് ആരും പറഞ്ഞു തരാൻ പറ്റില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. വേറൊരാൾക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മൾ സെൽഫ് ഹെൽപ്പ് മാത്രമേ ഉള്ളൂ. ഈവൻ നമ്മുടെ പേരൻസിന് പോലും ഒരു പക്ഷേ ഇക്കാര്യം മനസ്സിലായി കുറവാണ്. പലപ്പോഴും പേരൻസ്, ഇപ്പൊ കഴിഞ്ഞ തലമുറയിലേക്ക് പേരൻസ് വളരെ അൺക്രിയേറ്റീവ് ആയിരുന്നു. ഞാൻ നേരത്തെ വിൻസെന്റ് വാൻ ഗോഗിന്റെ അച്ഛൻ ചോദിച്ചത് ഇതിൽ നിന്ന് ജീവിക്കാൻ എന്ത് വരുമാനം കിട്ടുമെന്നുള്ളത്. അല്ലാതെ ആ ഡ്രോയിങ് എന്നുള്ള കഴിവിനെ അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്യുകയല്ല ചെയ്തത്. അപ്പൊ രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം കൂടെ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ജീവിതത്തിന്റെ ദൗത്യം, മിഷൻ. ഇത് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. കാരണം നിങ്ങളുടെ മിഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ ഏർപ്പെടണം. അത് ലോകത്തിന് അതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. അതുപോലെ നമ്മൾ ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടി, നമ്മുടെ പാഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്നത് എവിടെയാണ്? ഈ എബ്രഹാം മാസ്ലോയുടെ പിരമിഡിൽ നമ്മൾ നിൽക്കുന്നത് എവിടെയാണ്? ഹൈറാർക്കിയിൽ, സെൽഫ് ആക്ച്വലൈസേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ട്രാൻസിലേക്ക് പോയില്ലെങ്കിൽ പോലും നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും നമ്മൾ ഏറ്റവും നന്നായി ചെയ്യുന്നതും നമ്മൾ ലോകത്തിന് കൊടുക്കാൻ നമ്മളിൽ നിന്ന് ലോകം ആവശ്യപ്പെടുന്നതുമായിട്ടുള്ള കാര്യമാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ തട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അഞ്ചാമത്തെ തട്ടിൽ നിൽക്കുന്ന ഒരാള് സെൽഫ്ലെസ് ആയിരിക്കണം. ബാക്കി 4 പേർക്കും അല്പം സെൽഫിഷ്നെസ് ആവാം. ഇത് എബ്രഹാം മാസ്ലോയുടെ തിയറി പറയുന്നതാണ്. താഴത്തെ തട്ടിൽ നിൽക്കുന്ന ആൾ സെൽഫിഷ്നെസ് ആവാം. അഞ്ചാമത്തെ തട്ടിൽ നിൽക്കുന്ന ആൾ സെൽഫ്ലെസ് ആയിരിക്കും. അവിടെ നിന്ന് താഴേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. എല്ലാ തരത്തിലുള്ള ബന്ധം മുകളിൽ നിന്ന് താഴേക്കാണ് ഒഴുകേണ്ടത്. ഇങ്ങനെയാണ് സമൂഹത്തിൽ എന്ത് വരേണ്ടത്? സോഷ്യലിസം വരേണ്ടത്. സോഷ്യലിസം താഴെ നിന്ന് മുകളിലേക്കല്ല, മുകളിൽ നിന്ന് താഴേക്കാണ് വരേണ്ടത്. കാര്യം നമ്മൾ ഉയർന്നു പോകുമ്പോഴാണ് നമ്മുടെ ഈഗോയെ നമ്മൾ ട്രാൻസ് ചെയ്യുന്നത്. താഴത്തെ തട്ടിൽ നമുക്ക് ഒരിക്കലും ഈഗോയെ ട്രാൻസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സൈക്കോളജിക്കലായിട്ട് അങ്ങനെ ഒരു സത്യമുണ്ട്, വസ്തുതയുണ്ട്. ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഈ കറണ്ട് ഇറ എന്ന് പറയുന്നത് എസ്പെഷ്യലി യൂറോപ്പിലെ ക്ഷേമരാജ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, സ്കാൻഡിനേവിയയിലെ പിന്നെ സ്വിറ്റ്സർലൻഡ്, ഡെൻമാർക്ക്, നെതർലൻഡ്സ്, ഫിൻലാൻഡ്, സ്കോട്ട്ലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ, ഐസ്ലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്. അവർ ക്ഷേമരാജ്യങ്ങളാണ്. അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അവിടെ സോഷ്യലിസമാണ് അവരുടെ സമൂഹത്തിൽ. ജർമ്മനിയിലൊക്കെ നമ്മൾ പോയാൽ നമുക്കറിയാം, ഓൾമോസ്റ്റ് എല്ലാവരും ഒരുപോലെ ജീവിക്കുന്നത്. അപ്പൊ ആ യൂറോപ്പിലൂടെ സഞ്ചരിച്ചാൽ നമുക്കറിയാം അവിടെ ഡിസ്പാരിറ്റി ഇല്ല. എന്തുകൊണ്ടാണ് ഡിസ്പാരിറ്റി ഇല്ലാത്തത്? അതൊരു പൊളിറ്റിക്കലായിട്ട് കൊണ്ടുവന്ന ഒരു കൺവെർഷൻ അല്ല. പിന്നെയോ ഇവരുടെ സെൽഫ് പൊട്ടൻഷ്യൽ ആക്ച്വലൈസ് ചെയ്തിട്ട് അങ്ങനെയുള്ള അവിടുന്ന് താഴേക്ക് വരുമ്പോഴാണ് അവിടെ ഒരു പാരിറ്റി വന്നത് എല്ലാം. അല്ലാണ്ട് അവരൊരു പൊളിറ്റിക്കലായിട്ട് ഉണ്ടാക്കിയ സിസ്റ്റം അല്ല. ഇത് കുറെ കൂടെ അവർ ജീവിച്ച് കണ്ടെത്തിയ ഒരു ട്രൂത്താണ്. അതുകൊണ്ടാണ് അത്തരം രാജ്യങ്ങൾ ക്ഷേമരാജ്യങ്ങളായിരിക്കുന്നത്. നമ്മൾ അതും കൂടെ അംഗീകരിച്ച് നമ്മൾ മുമ്പോട്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ അവസാനത്തെ ചോദ്യത്തിന് പ്രസക്തി ഇല്ല. കാര്യം പ്രസക്തി വരുന്നത് നമുക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ മാത്രം. അവസാനത്തെ ചോദ്യം കൂടി ചേർന്നാൽ നിങ്ങളുടെ പ്രൊഫഷൻ എന്നുള്ള ഉത്തരം കിട്ടും. ഇപ്പൊ പാഷനായി, പിന്നെ മിഷനായി, മൂന്നാമത് പ്രൊഫഷൻ. നിങ്ങൾക്ക് പേയ്മെന്റ് കൂടെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രൊഫഷനാണ്. പക്ഷെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് പാഷൻ എന്താണെന്ന് കണ്ടെത്തിയിരിക്കാം. ഇത് കണ്ടെത്താതെ ദയവ് ചെയ്ത് ഒരാളും ജീവിതത്തെ നമ്മൾ ഒരിക്കലും ഡിസ്റെസ്പെക്ട് ചെയ്യരുത്. നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യണം. ജീവിതത്തോട് ആദരവുള്ള ഒരു വ്യക്തി അയാളുടെ പാഷൻ എന്താണെന്ന് സ്വയം തിരിച്ചറിയണം. അത് കുറച്ച് ശ്രദ്ധിച്ച് തിരിച്ചറിയേണ്ട കാര്യം കൂടിയാണ്. വളരെ ശ്രദ്ധാപൂർവ്വം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഏൻഷ്യൻ റൂൾ ഓഫ് 20 എന്ന് പറയുന്ന ഒരു റൂളുണ്ട്. ഏൻഷ്യൻ റൂൾ ഓഫ് 20 പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വെറും 20% മാത്രമാണ് നമുക്ക് ഹാപ്പിനെസ് തരുന്നത് എന്നാണ് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞതിന്റെ വേറൊരു വെർഷനാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ദിവസവും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ഒരു 10 ലിസ്റ്റ് ഉണ്ടാക്കുക. നമ്മൾ ചെയ്യാൻ ഏറ്റവും ഇവിടെ വേണമെങ്കിൽ ഏറ്റവും എന്ന് കൊടുക്കുക. കാര്യം ലിസ്റ്റ് ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു 10 കാര്യങ്ങൾ എഴുതി വയ്ക്കുക. ഒരു ദിവസം നിങ്ങൾ ഉണർന്നെഴുന്നേറ്റ് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് കിട്ടുന്ന ഒരു 16-18 മണിക്കൂറുണ്ടല്ലോ. ആ 18 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അതിലൊരു 10 ആക്കി അത് ചുരുക്കണം. ഒരു 10 ലിസ്റ്റ് ഉണ്ടാക്കുക. ഞാനൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം?
5 5 എങ്ങനെയാണ്? നിങ്ങൾക്ക് ഇതിനകത്ത് 5 മാത്രമേ ചെയ്യാൻ അനുവദിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് 5 മാത്രമേ അനുവാദമുള്ളൂ. ഇപ്പൊ നമ്മുടെ ഹെലൻ കെല്ലറിന്റെ ഒരു പുസ്തകമില്ലേ, മൈ സ്റ്റോറി, അതിനകത്ത് അവർ പറയുന്നില്ലേ, എനിക്ക് 3 ദിവസത്തേക്ക് കാഴ്ച കിട്ടുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്ന് പറയുന്നത്. അവരതിനെ ഒന്നൊരു പ്രിഫറൻസ് കൊടുത്ത് പറയില്ലേ, ആദ്യത്തെ ദിവസം ഞാൻ ഇത് ചെയ്യും, രണ്ടാമത്തെ ദിവസം അത് ചെയ്യും, മൂന്നാമത്തെ ദിവസം, അങ്ങനെ 3 ദിവസം. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ഈ 10ൽ 5 മാത്രമേ ചെയ്യാൻ അനുവാദമുള്ളൂ എങ്കിൽ ആ 5 എടുത്തെഴുതുക. ആ 5 വീണ്ടും 2 അല്ലെങ്കിൽ 3 ആ 3 വീണ്ടും 2. ഇപ്പോൾ കിട്ടിയ ഉത്തരവാണ് ഏൻഷ്യന്റ് റൂൾ ഓഫ് 20. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സ്വാസ്ഥ്യം കിട്ടില്ല. നിങ്ങൾ ഡിപ്രസ്ഡ് ആയിരിക്കും, പൊട്ടൻഷ്യലി നിങ്ങൾ ഡിപ്രസ്ഡ് ആയിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു അവസ്ഥ നിങ്ങളെ സമീപിക്കും. ഈ ഒരു 2 കാര്യം ചെയ്തില്ലെങ്കിൽ, കാര്യം ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ജനിച്ചത്. ഈ രണ്ട് കാര്യങ്ങൾ ഏതാണ് എനിക്കറിയില്ല, അത് ഓരോരുത്തരും സ്വയം അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഏൻഷ്യന്റ് റൂൾ ഓഫ് 20 അതാണ്. പക്ഷെ അങ്ങനെ ഒരു സംഗതി ഉണ്ട്, ഓരോ മനുഷ്യർക്കും ഒരു 20% ഉണ്ട് ഏൻഷ്യന്റ് റൂൾ ഓഫ് 20 പ്രകാരം. അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥം, ലൈഫിന്റെ പർപ്പസ്. ഇക്കിഗൈ എന്ന് പറയുന്നത് ആ 2 നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. പക്ഷെ ആ 2ലേക്ക് ഡയറക്റ്റ് ആയിട്ട് വരുന്നത് തിരിച്ചു പോകണം. ആദ്യം ഒരു 10ഓ 20ഓ എണ്ണത്തിന്റെ ലിസ്റ്റ് ഉണ്ടാക്കുക, അതിനെ ചുരുക്കി വേണം പോകാൻ. ആദ്യം തന്നെ 2 ഉത്തരത്ത് പറയരുത്, കാരണം നിങ്ങൾ തെറ്റായിരിക്കും. ആദ്യം കിട്ടുന്ന 2 ഉത്തരം തെറ്റായിരിക്കും, ഏറ്റവും അവസാനം കിട്ടുന്ന ഉത്തരമാണ് ശരി. ഇതാണ് ഇക്കിഗൈ മുമ്പോട്ട് വയ്ക്കുന്ന നിങ്ങളുടെ ലൈഫിന്റെ പർപ്പസ്. ഇത് നമുക്ക് ഒരിക്കലും കോപ്പി ചെയ്യാൻ പറ്റില്ല. അടുത്തിരിക്കുന്ന ആളുടെ പേപ്പർ നോക്കി എഴുതുന്നത് പോലെയല്ല. അടുത്തിരിക്കുന്ന ആളുടെ പേപ്പർ നോക്കിയാൽ തെറ്റിപ്പോകുന്ന ഒരു പരീക്ഷയാണ് ജീവിതം. സ്വന്തം പേപ്പറിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം ജയിക്കുന്ന ഒന്നാണ് ജീവിതം. ആ ഉത്തരം തെറ്റാണെങ്കിൽ പോലും നിങ്ങൾ ജയിക്കും. നേരെ മറിച്ച് മറ്റൊരാളെ ഇമിറ്റേറ്റ് ചെയ്ത് അടുത്തിരിക്കുന്ന ആളുടെ പേപ്പർ നോക്കി എഴുതിയാൽ ഉത്തരം ശരിയാണെങ്കിൽ പോലും നിങ്ങൾ തോറ്റു. അതായത് ഞാൻ പറയുന്നത്, എന്റെ സുഹൃത്ത് അങ്ങനെ ചെയ്തതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ ചെയ്യുന്നെങ്കിൽ എനിക്ക് ഓതന്റിസിറ്റി ഇല്ല, എനിക്ക് ആധികാരികതയില്ല. ഞാനൊരു കോപ്പി കാറ്റാണ്. ഞാൻ ഒരാളെ കോപ്പി അടിച്ച് ജീവിക്കാൻ, ഒരാളെ മിമിക്ക് ചെയ്ത് ജീവിക്കുകയാണ്. ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെ പോലെ മിമിക്ക് ചെയ്ത് ജീവിക്കുകയാണ്. ഇപ്പൊ ഒരാൾക്ക് മോഹൻലാലിനെ പോലെയും മമ്മൂട്ടിയെ പോലെയും ഒക്കെ സംസാരിക്കാൻ സാധിക്കുന്നു, അയാൾ നന്നായിട്ട് മിമിക്രി ചെയ്യും, അയാൾ സ്റ്റേജിൽ നിന്ന് ചെയ്താൽ നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യും. അയാൾ 24 മണിക്കൂർ മോഹൻലാലിനെ പോലെ സംസാരിച്ചാൽ എന്തായിരിക്കും നമുക്ക് തോന്നുന്നത്? അയാളോടുള്ള റെസ്പെക്ട് പോകും, ശരിയല്ലേ? 24 മണിക്കൂർ അയാൾ മോഹൻലാലിനെ, അയാൾക്ക് വേറെ നല്ല രീതിയിൽ അയാളുടേതായ ശൈലിയുണ്ട്, പക്ഷെ അയാൾ 24 മണിക്കൂറും മിമിക്ക് ചെയ്താൽ നമുക്ക് അദ്ദേഹത്തെ ഒരിക്കലും റെസ്പെക്ട് തോന്നില്ലല്ലോ. ഇതേ പ്രോസസ് നമുക്ക് വേറൊരാളെ അനുകരിച്ച് അല്ലെങ്കിൽ സൊസൈറ്റിയെ തന്നെ അനുകരിച്ച് ജീവിച്ചാൽ ഒടുവിൽ നമുക്ക് നമ്മളോടുള്ള സെൽഫ് റെസ്പെക്ട് പോകും. നമ്മളോടുള്ള സെൽഫ് റെസ്പെക്ട് ആണ് നമുക്ക് ഏറ്റവും ആവശ്യം. വേറെ ആരുടെ അടുത്തുനിന്ന് കിട്ടുന്നതിനേക്കാൾ നമുക്ക് നമ്മളോട് റെസ്പെക്ട് തോന്നും. അങ്ങനെ ആ ഒരു മൊമെന്റ് ഓഫ് റെസ്പെക്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു മൊമെന്റാണ്. നമുക്ക് നമ്മളോട് അത് നമുക്ക് കള്ളം പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് എന്നോട് നിർവ്യാജമായിട്ട് തോന്നുന്ന ഒരു ഫീലിംഗ് എനിക്ക് കള്ളം പറയാൻ പറ്റില്ല, എനിക്ക് എന്നോട് കള്ളം പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു മൊമെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളായിരിക്കുക, നിങ്ങളുടെ പർപ്പസ് കണ്ടെത്തുക, നിങ്ങളുടെ ഏൻഷ്യന്റ് റൂൾ ഓഫ് 20 കണ്ടെത്തുക, ഒരു യുണീക് പീസ് ആയിരിക്കുക, യുണീക് പീസ് ഓഫ് ലൈഫ് ആയിരിക്കുക, നിങ്ങളുടെ ലൈഫ് പർപ്പസ് കണ്ടെത്തുക, ആ സെൽഫ് ആക്ച്വലൈസേഷൻ എന്താണെന്ന് കണ്ടെത്തുക. അതുവഴി ഒരുപക്ഷെ നമ്മൾ ട്രാൻസെൻഡൻസിലേക്ക് പോകുമായിരിക്കും. ഇതൊന്നും മറ്റാർക്കും ഏൽപ്പിച്ചു കൊടുക്കാതിരിക്കുക. സ്വന്തം ബുദ്ധൻ പറയുന്ന ഒരു വാചകമുണ്ട്, ബി എ ലൈറ്റ് അൺടു യുവർ സെൽഫ്. നിങ്ങൾക്ക് തന്നെ വെളിച്ചമായി തീരുക, മറ്റൊരു വെളിച്ചം കടം വാങ്ങാതിരിക്കുക, കടം ചോദിക്കാതിരിക്കുക, ആത്മാഭിമാനത്തോടുകൂടി ആത്മാദരവോടുകൂടി ജീവിക്കുക. ഇനി ഞാൻ എൻ്റെ വാക്കുകളിലൂടെ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ചോദിക്കാനുണ്ടെങ്കിൽ